Hi students, welcome. അപ്പോൾ നമ്മൾ ഇന്ന് JEE മെയിൻ്റെ ഫസ്റ്റ് സെഷനിലെ ജനുവരി 31 നടന്ന മോർണിംഗ് സെഷനിലെ എക്സാം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. എക്സാം അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റായിട്ട് പോകാം. ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the parameter that remains same for molecules of all gases at a given temperature is. അപ്പോൾ ഒരു ഏത് ടൈപ്പ് ഗ്യാസ് എടുത്താലും ആ ഗ്യാസിൻ്റെ ഒക്കെ മോളിക്യൂൾസിന് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പാരാമീറ്റർ ഇവിടെ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഗിവൺ ടെമ്പറേച്ചറിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന പാരാമീറ്റർ നിങ്ങൾക്കറിയാം, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയണം, അത് അവൻ്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ് കേട്ടോ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്കറിയാം 3/2 KB × T ആണ്. ഓക്കെ, അപ്പോൾ KB കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചർ ഒരു ഗിവൺ ടെമ്പറേച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗിവൺ ടെമ്പറേച്ചറിലെ ഏത് ഗ്യാസ് എടുത്താലും അവരുടെ എല്ലാം മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. ഇനി നിങ്ങൾക്കറിയാം മൊമെൻറ്റം നമ്മൾ ഒരു ഗ്യാസിനകത്ത് തന്നെ മോളിക്യൂൾസിന് വ്യത്യസ്തമായ മൊമെൻറ്റം ആയിരിക്കും, പല ഡയറക്ഷനാണല്ലോ മൂവ് ചെയ്യുക. അപ്പോൾ മൊമെൻറ്റം വേറെ ആവാം. മാസ്, ഓക്കെ, അതായത് ഒരു ഗ്യാസിൻ്റെ മോളിക്യൂളിൻ്റെ മാസ് സെയിം ആയിരിക്കും, പക്ഷേ വേറൊരു ഗ്യാസിൻ്റെ മോളിക്യൂൾ എടുത്തു കഴിയുമ്പം എന്ത് മാറി, മോളിക്യൂളിൻ്റെ മാസ് വേറെയായി. ഓക്കെ, അതുപോലെ സ്പീഡ്, ഓക്കെ, ഓരോ പാർട്ടിക്കിളിനും സ്പീഡ് വേറെ വേറെ വരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡിഫറൻറ്റ് വരാം. ഇവിടെ സെയിം വരാവുന്ന ക്വാണ്ടിറ്റി കൈനറ്റിക് എനർജിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 32nd ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ലോജിക് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദി ഗിവൺ സർക്യൂട്ട്സ്. ഇപ്പോൾ ഇവിടുത്തെ ലോജിക് ഓപ്പറേഷനാണ് നോക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇത് ഒരു നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എ ആണെങ്കിൽ എ ബാർ വന്നു, ബി ആണെങ്കിൽ ബി ബാർ വരും. ഓക്കെ, ഇതൊരു നാൻഡ് ഗേറ്റ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് എ ബാർ ഇൻറ്റു ബി ബാർ, അതിന് ശേഷം എന്തുണ്ട്, ഒരു ഹോൾ ബാർ ഉണ്ട്. ഇനി നിങ്ങൾ ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. എ ബാർ ഇൻറ്റു ബി ബാർ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, എ ഡബിൾ ബാർ പ്ലസ് ബി ഡബിൾ ബാർ എന്ന് വരും അല്ലേ. എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്ന് വരും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ഏത് ഗേറ്റ് ആണ്, ഓർ ഗേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. 33ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 33ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ ടൈം ടി ആൻഡ് ഡിസ്റ്റൻസ് എക്സ് ഈസ് ടി ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് സ്ക്വയർ പ്ലസ് ബീറ്റ എക്സ് വെയർ ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺസ്റ്റൻസ്. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ആക്സിലറേഷൻ എ ആൻഡ് വെലോസിറ്റി വി ഈസ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ എക്സും ടിയും തമ്മിലുള്ള റിലേഷനാണ് തന്നേക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ആക്സിലറേഷനും വിയും തമ്മിലുള്ള റിലേഷനാക്കി മാറ്റുക. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഫോർമുല ടി ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് സ്ക്വയർ പ്ലസ് ബീറ്റ എക്സ് എന്നുള്ള ഫോർമുലയാണ്. ഞാൻ ഇവനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പം ഞാൻ ടി വെച്ചൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ഇൻറ്റു dx/dt. യെസ്, പ്ലസ് ആരുണ്ട്, ബീറ്റ ഇൻറ്റു dx/dt. ഓക്കെ അല്ലേ. ഈ dx/dt ആണല്ലോ വെലോസിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1 ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 2 ഇൻറ്റു എക്സ് ഇൻറ്റു വി പ്ലസ് ബീറ്റ ഇൻറ്റു വി എന്ന് വരും. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു വി കോമൺ ആയിട്ട് എടുത്താൽ 2 ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് ബീറ്റ എന്ന് വരും. ശരിയല്ലേ. ഓക്കെ, ഫ്രം ദിസ് എക്സ്പ്രഷൻ നമുക്ക് 1/v എന്ന് എഴുതാം. 1/v ഈസ് ഈക്വൽ ടു, ഓക്കെ അല്ലേ, 1/v ഈസ് ഈക്വൽ ടു 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്ന് വരും. ഓക്കെ, വിച്ച് മീൻസ് വി റേസ് ടു -1. ഓക്കെ, വി റേസ് ടു -1 ഈസ് ഈക്വൽ ടു 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്ന് വരും. ഒന്നുകൂടെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താലോ, ഡിഫറൻഷ്യേറ്റ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ ഞാൻ ടി വെച്ചൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. വീണ്ടും ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആക്സലറേഷനിലേക്ക് പോകാം അല്ലേ. വി റേസ് ടു -1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1 ഇൻറ്റു വി റേസ് ടു -2 ഇൻറ്റു dv/dt. യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 ആൽഫ ഇൻറ്റു dx/dt. ബീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഓക്കെ, റിമൈനിങ് ആയിട്ട് എന്താ ഉള്ളതെന്ന് പറഞ്ഞ് -1/v സ്ക്വയർ ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 2 ആൽഫ ഇൻറ്റു വി എന്ന് വരും. ഓക്കെ അല്ലേ. സോ എ ഈസ് ഈക്വൽ ടു -2 ആൽഫ. ഈ മൈനസ് ഇപ്പുറത്തേക്ക് വന്നു, അതുപോലെ തന്നെ വി സ്ക്വയറൂടെ വരും. അപ്പോൾ വി ക്യൂബ് എന്ന് വരും. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു -2 ആൽഫ വി ക്യൂബ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക അല്ലേ. 33rd ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 1 വരും. ഇനി നമുക്ക് 34th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം വിത്ത് അപെക്സ് ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് പ്രിസം എ ആണ്. അവൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് cot A/2 ആണ്. ദെൻ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന് നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ മ്യൂ ഈസ് ഈക്വൽ ടു സൈൻ ഡെൽറ്റ എം. ഞാൻ ആ മിനിമം ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഡെൽറ്റ എം എന്ന് എടുക്കുവാണ്. പ്ലസ് A/2 ഇൻറ്റു
സൈൻ എ ബൈ ടു. നിങ്ങളെല്ലാവരും ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് എത്രയാണ് തന്നിരിക്കുന്നത്? കോട്ട് എ ബൈ ടു. കോട്ട് എ ബൈ ടു മീൻസ് കോസ് എ ബൈ ടു ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ ടു. ഓക്കെ, കോസ് എ ബൈ ടു ഡിവൈഡ് ബൈ സൈൻ എ ബൈ ടു ഈസ് ഈക്വൽ ടു സൈൻ ഡെൽറ്റ എം പ്ലസ് എ ബൈ ടു ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ ടു എന്ന് വരും. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? സൈൻ എ ബൈ ടു ക്യാൻസൽ ചെയ്യാം. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത് ആരാണ്? കോസ് എ ബൈ ടു. കോസ് എ ബൈ ടുവിനെ ഞാൻ ഇങ്ങനെ എഴുതാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതുന്നതിന് തെറ്റില്ലല്ലോ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. സോ സൈൻ 90 മൈനസ് തീറ്റ മീൻസ് എ ബൈ ടു. സൈൻ 90 മൈനസ് തീറ്റ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഡെൽറ്റ എം പ്ലസ് എ ബൈ ടു എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവരെ ഈക്വൽ ആവണമെങ്കിൽ ആംഗിൾസ് സെയിം ആകാലോ. ദറ്റ് ഈസ് 90 മൈനസ് എ ബൈ ടു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം പ്ലസ് എ ബൈ ടു എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എൽസിഎം എടുത്ത് 180 മൈനസ് എ ഹോൾ ഡിവൈഡ് ബൈ ടു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം പ്ലസ് എ ബൈ ടു എന്ന് എഴുതാം. 2 ക്യാൻസലായി പോയി. അപ്പോൾ നമ്മളോട് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു 180 മൈനസ് 2a എന്ന് വരും. എ ഇപ്പുറത്തേക്ക് വരുന്നു. 180 മൈനസ് 2a. ഇനി ആൻസർ ഉണ്ടല്ലോ, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വന്നേക്കുന്നത് അല്ലേ? 180 മൈനസ് 2a. അപ്പം 34ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. എ റിജിഡ് വയർ കൺസിസ്റ്റ് ഓഫ് എ സെമി സർക്കുലർ പോർഷൻ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ and a 2 straight sections. The wire is partially immersed in a perpendicular magnetic field B is equal to B0 into J cap as shown in figure. ഓക്കെ, അത് ഫിഗർ അനുസരിച്ച് ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫിഗറിനകത്ത് ഇത് എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കല്ലേ. അപ്പോൾ ജെ ക്യാപ്പ് എന്നുള്ളതിന് പകരം കെ ക്യാപ്പ് എന്ന് എഴുതണം. അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ആസ് ഷോൺ ഇൻ ഫിഗർ. ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദി വയർ ഇഫ് ഇറ്റ് ഹാസ് എ കറണ്ട് ഐ ഈസ്. അപ്പോൾ ഈ വയറിലുള്ള കറണ്ടാണ്, വയറിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഈ വയർ നമ്മൾ ഇങ്ങനത്തെ സെമി സർക്കുലർ ഷേപ്പിൽ ബെൻഡ് ചെയ്തിട്ട് ഇത് ഇൻഫിനിറ്റി എന്നാണ് വരിക. ഇവൻ ഇൻഫിനിറ്റിയിലേക്കാകെ പോവുക. അപ്പോൾ ലെങ്ത് ഇൻഫിനിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനും ഈ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനും പാർഷ്യലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. ഇത്രയും സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ, ഇവിടെ ഇത്രയും സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് നോക്കി അറിയാം, ഇവിടെയാണെങ്കിൽ കറണ്ട് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക്, കറണ്ട് മുകളിലേക്ക്. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക്, കറണ്ട് മുകളിലേക്ക്. ആസ് എ റിസൾട്ട് ഇവനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഇങ്ങോട്ട് വരും. അതേപോലെ അപ്രോച്ചത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫീൽഡ് പുറത്തേക്കാണ്, കറണ്ട് താഴേക്കാണ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് ലെഫ്റ്റിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എലമെൻറ്റിനും ആ രണ്ട് സ്ട്രെയിറ്റ് എലമെൻറ്റുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ പരസ്പരം ക്യാൻസലായി പോകും. കാരണം കണ്ടത്തിൻ്റെ ലെങ്തും സെയിം ആണ്, കറണ്ടും സെയിം ആണ്, മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, ഫോഴ്സുകളുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ പരസ്പരം ക്യാൻസലായി പോകും. പിന്നെ റിമൈനിങ് ആയിട്ടുള്ളത് ആരാ? ഈ ഒരു സെമി സർക്കുലർ പാർട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ആ സ്ട്രെയിറ്റ് കണ്ടത്തിന് കാരണമുള്ള ഫോഴ്സ് ക്യാൻസലായിപ്പോയി. ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള സെമി സർക്കുലർ പാർട്ട് ഒന്ന് ചൂസ് ചെയ്യാം. ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ് ആർ എന്നാണ് തന്നിരിക്കുന്നത്. കറണ്ട് കണ്ടോ, എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഇത് കാണുമ്പോഴേ നമുക്ക് പറയാം സെമി സർക്കുലർ പാർട്ടാണ് എങ്കിൽ ഇതൊരു ആർക്ക് പോലെയാണ്. അപ്പോൾ നമുക്ക് ഈക്വലൻ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്തുള്ള സ്ട്രെയിറ്റ് കണ്ടക്ടറാക്കി മാറ്റാം. ഇതാണ് നമ്മുടെ എഫക്റ്റീവ് ലെങ്തുള്ള സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ന് പറയുക. കണ്ടക്ടറിൻ്റെ ലെങ്ത് ആയിട്ട് എത്രയാണ് വരിക? 2r ആണ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ വരിക. Then which means magnetic force acting on the conductor is F is equal to BIL എന്ന് എഴുതാം അല്ലേ? കാരണം മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, കറണ്ട് അങ്ങോട്ടാണ്, ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ BIL എന്ന് പറയാം. B ഇൻറ്റു I ഓക്കെ ആണ്, എല്ലിന് പകരം 2r എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു B ഇൻറ്റു IR, 2 ഇൻറ്റു B ഇൻറ്റു IR. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ. ഇനി മാഗ്നറ്റിക് ഫോഴ്സിനെ നമുക്ക് വെക്ടർ ഫോമിൽ എഴുതാം. മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു BIR ഇൻറ്റു ഡയറക്ഷൻ ഒന്ന് നോക്കാം. ഫീൽഡ് പുറത്തേക്കാണ്, കറണ്ട് കണ്ടോ, ഫീൽഡ് പുറത്തേക്കാണ്, കറണ്ട് റൈറ്റിലേക്കാണ്. സോ ഫോഴ്സ് താഴത്തേക്ക് വരും. താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വൈ ഡയറക്ഷൻ. സോ നമുക്കൊരു മൈനസ് ജെ ക്യാപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ആൻസർ എന്താ വരിക? -2 ഇൻറ്റു BIR ഇൻറ്റു അല്ലേ, BIR ഇൻറ്റു ജെ ക്യാപ്പ്. അതായത് ഓപ്ഷൻ 4 ആണ് വരിക. 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 36ലേക്ക് വരാം. If the wavelength of first member of Lyman series of hydrogen is lambda. അപ്പോൾ ലൈമൺ സീരീസിൻ്റെ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടുള്ള ട്രാൻസിഷനാണ്? വിച്ച് മീൻസ് ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം n = 2 to n = 1. n = 2ൽ നിന്ന് n = 1ലേക്കുള്ള ട്രാൻസിഷനാണ് ഫസ്റ്റ് മെമ്പർ ഓഫ് ലൈമൺ സീരീസ് എന്ന് പറയാം. ആ വേവ് ലെന്താണ് ലാംഡ, വിച്ച് ഈസ് ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു
1/1 square minus 1/2 square. Okay, that is equal to r into 1 minus 1/4. Therefore, 1 by lambda is equal to r into 3/4. Or lambda can be written as എങ്ങനെ എഴുതാം? Lambda is equal to 4 divided by 3 lambda. Sorry, 3r. 4 divided by 3r. Lambda can be written as 4 divided by 3r. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് മെമ്പറിൻ്റെ വേവ് ലെങ്ത് എത്ര എന്നാണ് ചോദ്യം. ലൈമൺ സീരീസിലെ സെക്കൻഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 3യിൽ നിന്ന് n ഈക്വൽ ടു 1ലേക്കുള്ള ട്രാൻസിഷനാണ്. കറസ്പോണ്ടിങ് വേവ് ലെങ്ത് 1 λ എന്നെടുക്കുവാണ്, അല്ലെങ്കിൽ 1 λ' എന്നെടുക്കുവാണ്. സോ 1 λ' ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? r ഇൻറ്റു 1/1 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ. 1/1 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ. സോ 1 λ' ഈസ് ഈക്വൽ ടു r ഇൻറ്റു 9 മൈനസ് 1 ഡിവൈഡ് ബൈ 9 or 8r divided by 9. That is λ' can be written as 9 divided by 8r. ഇതാണ് സെക്കൻഡ് ട്രാൻസിഷൻ അല്ലെ സെക്കൻഡ് മെമ്പറിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയാം. നമുക്ക് ഇവന്മാരെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് ചൂസ് ചെയ്യുക, ഇവനെ സെക്കൻഡ് ഇക്വേഷനായിട്ട് ചൂസ് ചെയ്യുക. ദെൻ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. ദറ്റ് ഈസ് λ' ഡിവൈഡ് ബൈ λ ഈസ് ഈക്വൽ ടു λ' മീൻസ് 9/8r ഇൻറ്റു λ' എന്ന് പറഞ്ഞാൽ 4 divided by 3r. r ക്യാൻസലായി പോയി. ദെൻ 27/32. or λ' can be written as 27/32 into lambda. ഓക്കെ, അപ്പം സെക്കൻഡ് മെമ്പറിൻ്റെ വേവ് ലെങ്ത് λ' is equal to 27/32 into lambda. ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ, 27/32 into lambda. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് 37ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 37ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 4 identical particles of mass m are kept at the four corners of a square. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിലായിട്ട് നമ്മൾ ആരെ വെച്ചിരിക്കുന്നു? 4 ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സ്ക്വയർ എടുത്തു. സ്ക്വയറിൻ്റെ 4 കോർണറിലായിട്ട് 4 പാർട്ടിക്കിൾസ് പ്ലേസ് ചെയ്തിരിക്കുവാണ്. എല്ലാവരുടെയും മാസ് m ആണ്. ഇവൻ്റെ ഒരു സൈഡ് എനിക്കറിയില്ല, ഞാൻ a എന്ന് വിളിക്കും. സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഞാൻ a എന്ന് വിളിക്കുകയാണ്. ഇഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ വൺ ഓഫ് ദി മാസസ് ബൈ അതർ മാസസ് ഈസ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു മാസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാസിനെ ബാക്കിയുള്ള മാസുകൾ കാരണം ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 2√2 + 1/32 gm²/L² ആണ് എങ്കിൽ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദി സ്ക്വയർ, ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡായ എയുടെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഇങ്ങനെ ആ ഫിഗർ അനുസരിച്ച് ആ ഫിഗറിൽ പറയുന്ന എയുടെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫിഗർ അനുസരിച്ച് ഫോഴ്സ് ഒന്ന് കണ്ടുപിടിക്കാം. ഞാൻ ഏത് മാസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇവനെ ഞാൻ എ എന്ന് വിളിക്കാം. ഈ എയിലിരിക്കുന്ന മാസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ എയിലിരിക്കുന്ന മാസിനെ ഇവിടെ ഇരിക്കുന്ന മാസ് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അതുപോലെ ഇവിടെ ഇരിക്കുന്ന മാസ് ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യും. ഇത് ശരിയല്ലേ? ഇപ്പം ഇവനെ നമുക്ക് ഈ പോയിന്റ് ബി എന്ന് വിളിക്കാം, ഈ പോയിന്റ് സി വിളിക്കാം, ഈ പോയിന്റ് ഡി വിളിക്കാം. അതായത് ഡിയിലിരിക്കുന്ന മാസ് എയിലിരിക്കുന്ന മാസിനെ അട്രാക്റ്റ് ചെയ്യും. അതുപോലെ എയിലിരിക്കുന്ന മാസിനെ ബിയിലിരിക്കുന്ന മാസ് അട്രാക്റ്റ് ചെയ്യും. അതേപോലെ ഒരു ഐഡിയയും കൂടെ പറയുവാണെങ്കിൽ ആര് അട്രാക്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ സിയിലിരിക്കുന്ന മാസും അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് എഫ് ആണെങ്കിൽ ഈ ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എഫ് ആയിരിക്കും. കാരണം ഡിസ്റ്റൻസും മാസും ഒക്കെ സെയിം ആണ് അല്ലേ? അപ്പോൾ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുവാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഈ m² ഡിവൈഡ് ബൈ ഒരു സൈഡ് എ വരും, അപ്പോൾ a² എന്ന് വരും. ഓക്കെ, ഇനി ഈ രണ്ട് ഫോഴ്സുകളുടെയും കൂടെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വെക്ടർ സം ആണ്. എങ്ങനെ വരും? പാരലലോഗ്രാം ലോ അനുസരിച്ച് ഇതാണ് ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടി റിസൾട്ടൻ്റ്. നമുക്കതിനെ √2f എന്ന് എഴുതാം. ശരിയല്ലേ? കാരണം ഒരു ഫോഴ്സ് എഫ് ആണ്, അടുത്ത ഫോഴ്സ് എഫ് ആണ്, അവർക്കിടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. സോ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ √2f വരും. √f² + f² √2f എന്ന് വരും. ഇനി അത് കൂടാതെ നമുക്ക് മൂന്നാമതൊരു ഫോഴ്സ് അവിടെ ഉണ്ടല്ലേ? ഈ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് കൂടാതെ അവിടെ മൂന്നാമതൊരു ഫോഴ്സ് ഉണ്ട്. ഏതാ മൂന്നാമതുള്ള ഫോഴ്സ്? സിയിലിരിക്കുന്ന മാസ് അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ നമുക്ക് തൽക്കാലം എന്ത് പേരിട്ട് വിളിക്കാം? f' എന്ന് വിളിക്കാം. അപ്പോൾ ഈ f' √2f ഒരേ ഡയറക്ഷനാണ് അല്ലേ? f' എത്രയെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ രണ്ട് മാസും m തന്നെ. അപ്പോൾ g ഇൻറ്റു m² ഡിവൈഡ് ബൈ ഈ സൈഡ് അപ്പോൾ ഈ സൈഡ് √2 ഇൻറ്റു a വരും. അപ്പോൾ √2a² മീൻസ് 2a² എന്ന് വരും. ഇതാണ് f' വാല്യൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആരുടെയൊക്കെ സമ? √2f അതുപോലെ f' ഒരേ ഡയറക്ഷനാണ്. സോ വെറുതെ ആഡ് ചെയ്താൽ മതി.
അപ്പോൾ എന്താണ് ആൻസർ വരിക നോക്കിയാൽ √2 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ gm² ഡിവൈഡ് ബൈ a², ശരിയല്ലേ? എഫിൻ്റെ വാല്യൂ gm²/a² പ്ലസ് എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ gm² ഡിവൈഡ് ബൈ 2a² അല്ലേ? നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ ആരെ പുറത്തെടുക്കാൻ നോക്കിയേ, ഇവിടെ കോമൺ ആയിട്ട് gm²/a² പുറത്തെടുക്കാം. റിമൈനിങ് ആയിട്ട് √2 + 1/2 എന്ന് വരും, ശരിയല്ലേ? ദാറ്റ് ഈസ് gm²/a² ഇൻറ്റു 2√2 + 1/2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമുല gm²/a² ഇൻറ്റു 2√2 + 1/2 എന്നാണ്. പക്ഷേ ഇവർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? gm², 2√2 + 1 gm²/L² ഇൻറ്റു 32 എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഒരു എൽ എന്ന് പറയുന്ന ടൈം വരുന്നുണ്ട്. ഞാൻ പറയുകയാണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ആ എ എന്നുള്ളിടത്ത് നിങ്ങൾ 4L എന്നൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അതായത് നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡായ എക്ക് നമ്മൾ ഇതിനകത്ത് തന്നേക്കുന്ന ഓപ്ഷനകത്തെ 4L നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ gm² ഡിവൈഡ് ബൈ 4L² എന്ന് പറഞ്ഞാൽ 16L² ഇൻറ്റു 2√2 + 1 ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2√2 + 1. നോക്കുക, ഈ 16ഉം 2 കൂടെ വന്ന് എത്ര വരും? 32 വരും. പിന്നെ ആരുണ്ട്? gm²/L² എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കുക, 2√2 + 1 ഡിവൈഡ് ബൈ 32 ഇൻറ്റു gm²/L² എന്നുള്ള ഫോഴ്സ് കിട്ടുന്നുണ്ട്. ആ ഫോഴ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കണം? 4L ആയിരിക്കണം. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ആൻസർ പറയുക. എത്രയാണ്? 4L. ഓപ്ഷൻ 2 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 37ൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 38. ദ ഗിവൺ ഫിഗർ റെപ്രസെൻറ്റ്സ് 2 ഐസോബാറിക് പ്രോസസ്. എന്ത് പ്രോസസ്സാണ്? ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആര് കോൺസ്റ്റൻ്റ് ആണ്? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, എന്നിട്ട് വെലോസിറ്റി അല്ല, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് വന്നത് നിങ്ങൾക്ക് അറിയാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് PV is equal to nRT. ഓക്കെ ആണല്ലോ? ദെൻ V can be written as nRT/P. ഓക്കെ, nRT/P എന്ന് എഴുതാം. ഇതിനകത്ത് നോക്കുക, nR/P എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കാരണം P കോൺസ്റ്റൻ്റ് ആണ്. സോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയാം. അതുകൊണ്ടാണ് വിയും ടിയുടെ ഗ്രാഫ് വരച്ചപ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയത്. അപ്പോൾ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് സ്ലോപ്പിൻ്റെ സ്ഥാനത്താണ് ആര് വരിക? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു nR ഡിവൈഡ് ബൈ P എന്ന് വരും. ഓക്കെ, അതിൻ്റെ അർത്ഥം സ്ലോപ്പ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? പ്രഷർ. സ്ലോപ്പും പ്രഷറും കൂടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ആർക്കാണോ പ്രഷർ കൂടുതൽ അയാൾക്ക് സ്ലോപ്പ് കുറവായിരിക്കും. ആർക്കാണോ പ്രഷർ കൂടുതൽ അയാൾക്ക് സ്ലോപ്പ് കുറവായിരിക്കും. ഇവിടെ നോക്കിക്കുക, ആർക്കാണ് സ്ലോപ്പ് കുറവ്? ഇവന് സ്ലോപ്പ് അഥവാ ചെരിവ് കൂടുതലാണ്, ഇവന് സ്ലോപ്പ് കുറവാണ്. അപ്പോൾ സ്ലോപ്പ് കുറവ് ഇവനാണ്. സ്ലോപ്പ് കുറഞ്ഞ ആൾക്ക് പ്രഷർ കൂടുതലായിരിക്കും. കാരണം ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സ്ലോപ്പ് കുറഞ്ഞ ആൾക്ക് പ്രഷർ കൂടുതലാണ്. അതുകൊണ്ട് P1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ P2. ഓക്കെ, P1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ P2. അപ്പം 38ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഏതാ വന്നത്? ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ, ഇനി 39ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 39. If the percentage error in measuring length and diameter of a wire are 0.1% each. അപ്പോൾ എന്താണ്? ഒരു വയറിൻ്റെ ലെങ്തും അതുപോലെ ഡയമീറ്ററും മെഷർ ചെയ്തപ്പോഴുള്ള പെർസെൻറ്റേജ് എററാണ് 0.1%. നമുക്ക് നോക്കാം. ലെങ്തിൻ്റെ പെർസെൻറ്റേജ് എറർ മീൻസ് ΔL/L ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 0.1, വിച്ച് മീൻസ് ΔL/L ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡ് ബൈ 100 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ ഓക്കെ. അപ്പോൾ ΔL/L എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. സിമിലർലി നമുക്ക് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് റേഡിയസ് ആണ് അല്ലേ? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ΔD/D ഡയമീറ്ററിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഇല്ലല്ലോ. കാരണം എന്താണ്? ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡയമീറ്ററിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറയുന്നത് ΔD/D വിച്ച് ഈസ് ഈക്വൽ ടു ΔR/R എന്ന് എഴുതാം അല്ലേ? അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് അതിൻ്റെ മീനിങ്. Therefore, ΔD/D into 100 is equal to ΔR/R into 100 എന്ന് വരും. ഓക്കെ, ΔD/D into 100 is equal to ΔR/R into 100. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് വന്നത്? ΔD/D into 100 എന്ന് പറഞ്ഞാണ് 0.1% എന്ന് വരിക. സോ നമുക്ക് എഴുതാം ΔR/R into 100 എന്ന് പറയുന്നത് 0.1% എന്ന് വരും. ഓർ ΔR/R എന്ന് പറയുന്നത് എത്ര? 10⁻³ എന്ന് വരും. അല്ല 10⁻³ എന്ന് വരും.
അപ്പോൾ നോക്കിക്കുക എന്തൊക്കെ കിട്ടി. ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറയുന്നതും 10⁻³ ആണ്. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് എറർ ഇൻ മെഷറിംഗ് ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ ബി. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ ഉള്ള പെർസെൻറ്റേജ് എറർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഫോർമുല R = റോ ഇൻറ്റു എൽ ബൈ ഏരിയ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മീൻസ് പൈ ഇൻറ്റു R². ഓക്കെ അല്ലേ. അപ്പോൾ ഡെൽറ്റ ആർ ബൈ ആർ ഫ്രാക്ഷണൽ എറർ ഇൻ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഒരു കോൺസ്റ്റൻ്റ് ആണ്, പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് എൽ. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി ഡെൽറ്റ നമുക്ക് ഇതിനെ പെർസെൻറ്റേജ് എററാക്കി മാറ്റണമെങ്കിൽ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 എന്ന് എഴുതണം അല്ലേ. ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 എന്ന് വരും. കറക്റ്റ് അല്ലേ? യെസ്. ഇനി നോക്കുക, നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ നോക്കിയേ. ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 0.1 ആണ്. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 0.1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഈസ് 0.1 പ്ലസ് 2 ഇൻറ്റു 0.1. ഓക്കെ, 0.1 പ്ലസ് 0.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3% എന്ന് വരും. 0.3%. അപ്പോൾ ലെങ്തിലുള്ള പെർസെൻറ്റേജ് എററും ഡയമീറ്റർ മെഷർ ചെയ്തപ്പോഴുള്ള പെർസെൻറ്റേജ് എററും 0.3 ആണെങ്കിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോഴുള്ള പെർസെൻറ്റേജ് എറർ എത്രയാണ് എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 0.3. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. In a plane electromagnetic wave, the electric field oscillates sinusoidally at a frequency of 5 × 10⁻10 Hz. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ഫീൽഡും വേരി ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്ന അതേ ഫ്രീക്വൻസി തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുക. അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഈസ് പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അത് എത്രയാണ്? 50 വോൾട്ട്/മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി വേവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും വന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി, അതായത് ടോട്ടൽ എനർജി ഡെൻസിറ്റി നമ്മൾ എപ്പോഴും എടുക്കുന്നത് ആവറേജ് ആണ് അല്ലേ. ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലേ. ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് EM വേവ് ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. EM വേവ് ദാറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു ε0 ഇൻറ്റു E0². E0 അറിയാമെങ്കിൽ നമ്മുടെ ഫോർമുല ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു ε0 8.85 ഇൻറ്റു 10⁻⁻12 E² ദാറ്റ് ഈസ് 50 ഇൻറ്റു 50. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ε0യുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ വരിക 1.106 ഇൻറ്റു 10⁻⁻8 ജൂൾ/മീറ്റർ ക്യൂബ്. എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എനർജി ബൈ വോളിയം ആണ്. അപ്പോൾ ജൂൾ/മീറ്റർ ക്യൂബ് എന്ന് വരും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് 41ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 41st ക്വസ്റ്റ്യൻ ഇതാണ്. എ ഫോഴ്സ് ഈസ് റെപ്രസെൻറ്റ് ബൈ F ഈസ് ഈക്വൽ ടു AX² പ്ലസ് B ഇൻറ്റു T⁻², where X distance and T is time. Then dimensions of B²/A. B²/A യുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം AX² എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷനും ഫോഴ്സിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. അതുപോലെ B ഇൻറ്റു T⁻² എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷനും ഫോഴ്സിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം അല്ലേ. ഇത് ഫോഴ്സ് ആണെങ്കിൽ ഇവനും ഫോഴ്സ് ആയിരിക്കണം, ഇവനും ഫോഴ്സ് ആയിരിക്കണം. രണ്ട് ഫോഴ്സുകൾ ആഡ് ചെയ്താൽ മാത്രമേ മൂന്നാമതൊരു ഫോഴ്സ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് AX² എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ആണ്. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് mL⁻². അതിനകത്ത് നമുക്ക് ഡയമെൻഷൻ ഓഫ് A എഴുതാം. ഡയമെൻഷൻ ഓഫ് A ഈസ് ഈക്വൽ ടു mL⁻² ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് X². ഡയമെൻഷൻ ഓഫ് X² എന്ന് പറഞ്ഞാൽ L² വരും, കാരണം X ലെങ്ത് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ നോക്കിക്കേ, M ഇൻറ്റു L⁻⁻1 T⁻². ഇതാണ് ഡയമെൻഷൻ ഓഫ് A എന്ന് പറയുക. അതേപോലെ അടുത്ത ടൈം ഡയമെൻഷൻ ഓഫ് B ഇൻറ്റു T⁻² ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ആണ് mL⁻² ആണ്. സോ ഡയമെൻഷൻ ഓഫ് B ക്യാൻ ബി റിട്ടൺ ആസ് mL⁻² ഡിവൈഡ് ബൈ ഈ ടൈമിൻ്റെ T⁻² എന്ന് എഴുതാം. ഈ T⁻² മുകളിൽ വരും അല്ലേ. സോ -2 -1/2 എന്ന് വരും. ദാറ്റ് ഈസ് -5/2 എന്ന് വരും. അതായത്
ml t raised to minus 5/2 ml t raised to minus 5/2 ഇതാണ് ബിയുടെ ഡയമെൻഷൻ ആയിട്ട് വരിക. അപ്പോൾ ആരെയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞേ? എയുടെ ഡയമെൻഷനും കിട്ടി, ബിയുടെ ഡയമെൻഷനും കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് ആരെയാ? ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ. ഇവൻ്റെ ഡയമെൻഷനാണ് വേണ്ടത്. ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ. ബി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? എം സ്ക്വയർ എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 5/2ൻ്റെ സ്ക്വയർ എടുത്താൽ ടി റൈസ് ടു മൈനസ് 5 എന്ന് വരും അല്ലേ? ഡിവൈഡഡ് ബൈ എ. എയുടെ ഡയമെൻഷൻ എത്രയാ? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2. അപ്പോൾ എം ഓരോന്ന് ക്യാൻസലായി പോയി. ദെൻ റിമൈനിങ് ആയിട്ട് എന്തുണ്ട്? എം ഇൻറ്റു എൽ റൈസ് ടു 3 അല്ലേ? താഴെയുള്ള -1 മുകളിൽ വരുമ്പം 3 പിന്നെ ടി റൈസ് ടു -3 എന്ന് വരും അല്ലേ? അപ്പോൾ എന്താ ആൻസർ വരിക? എം എൽ ക്യൂബ് ടി റൈസ് ടു -3. എം എൽ ക്യൂബ് ടി റൈസ് ടു -3. 41st ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 42. 2 charges Q and 3Q are separated by a distance r in air. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 ചാർജുകളുണ്ട്. 2 ചാർജുകളുണ്ട്. ഫസ്റ്റ് ചാർജ് എത്ര? Q ആണ്. സെക്കൻഡ് ചാർജ് ഏതാണ്? സെക്കൻഡ് ചാർജ് ഈസ് 3Q. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ r ആണ്, എയറിലാണ് വെച്ചിരിക്കുന്നത്. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ചാർജ് Q. ഈ ചാർജ് Qയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അങ്ങനെയാണ് വാട്ട് ഈസ് എക്സ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് പഠിക്കുന്ന കൂടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും ഇടയ്ക്കൊരു പോയിന്റ് എടുക്കുവാണ്. എത്ര ഡിസ്റ്റൻസ് അകലെ? എക്സ് ഡിസ്റ്റൻസ് അകലെ. ഈ Qയും 3Qയും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ r ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3Qയിൽ നിന്നുള്ള ദൂരം r മൈനസ് എക്സ് എന്നിടുക. ഓക്കെ, r മൈനസ് എക്സ്. അപ്പോൾ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ Q കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം Q ആണ്, ദാറ്റ് ഈസ് E1 എന്നെടുക്കുവാണ്. 3Q കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് എവേ ഫ്രം 3Q ആണ്, വിച്ച് ക്യാൻ ബി ടേക്കൺ ആസ് E2. ശരിയല്ലേ? അവിടുത്തെ നെറ്റ് ഫീൽഡ് 0 ആകുക എന്ന് പറഞ്ഞാൽ E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആകുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം, E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ് എന്ന് കരുതുക. E1 ഈസ് ഈക്വൽ ടു E2. കറക്റ്റ് അല്ലേ? E1ൻ്റെ എക്സ്പ്രഷൻ Q കാരണം ഉണ്ടാകുന്ന ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് എന്താ ഫോർമുല? K ഇൻറ്റു Q ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു അടുത്ത ഐഡിയ K ഇൻറ്റു 3Q ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് r മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. Qയും Kയും ക്യാൻസലായി പോയി. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ r മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. റൂട്ട് എടുക്കുക, r മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു എക്സ് എന്ന് വരും. ഓക്കെ, ഈ എക്സ് കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. സോ r ഈസ് ഈക്വൽ ടു എക്സ് കോമൺ ആയിട്ട് എടുത്താൽ 1 + √3 എന്ന് വരും. ഓക്കെ, ദെയർഫോർ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് r ഡിവൈഡ് ബൈ 1 + √3. അപ്പോൾ എന്താണ് എക്സിൻ്റെ വാല്യൂ എന്ന് ചോദിച്ചാൽ r ഡിവൈഡ് ബൈ 1 + √3. അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 42ാമത്തെ ക്വസ്റ്റ്യനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഇനി നമുക്ക് 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഗിവൺ അറേഞ്ച്മെൻറ്റ് ഓഫ് എ ഡബ്ലി ഇൻക്ലൈൻഡ് പ്ലെയിൻ 2 blocks of mass M and m are placed. The blocks are connected by a light string passing over an ideal pulley as shown. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഐഡിയൽ ആയിട്ടുള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ മുകളിൽ കൂടി ഇവിടെ ഒരു M ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്. രണ്ടും സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കുവാണ് സ്ട്രിങ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റിനകത്ത് പറയുന്നത് M-ൻ്റെ മാസ് 10 കിലോഗ്രാം ആണ് എന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ സർഫസ് ഓഫ് പ്ലെയിൻ, ഈ പ്ലെയിനിൻ്റെ സർഫസും ബ്ലോക്കും തമ്മിലുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.25 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ കേസിലും കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ സെയിം ആണ്, 0.25 എന്നെടുക്കാം. ദ വാല്യൂ ഓഫ് സ്മോൾ ലെറ്റർ m, ഈ സ്മോൾ ലെറ്റർ എമ്മിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടീഷൻ M നമ്മൾ പറഞ്ഞ പോലെ 10 കിലോഗ്രാം ആണ്. വിൽ മൂവ് ഡൗൺ വിത്ത് ആൻ ആക്സലേഷൻ ഓഫ് 2 m/s². ഈ M എന്ന് പറയുന്ന മാസ് 2 m/s² ആക്സലേഷനോടെ താഴേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി മാസ്? ഏത് മാസാ? ഇവിടെയുള്ള മാസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ബ്ലോക്ക് താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ബ്ലോക്ക് അതേ ആക്സലേഷനോടെ മുകളിലേക്ക് മൂവ് ചെയ്യണം. കാരണം സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിന് എന്ത് ചെയ്യാൻ പാടില്ല? എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്റ്റെൻസിബിൾ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം എന്ന് നോക്കാം. ഇത് നമ്മുടെ ഒരു സൈഡ്, ഇത് അടുത്ത സൈഡ്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുറച്ചും കൂടി എന്ത് വരണം? ഇൻക്ലിനേഷൻ വരും അല്ലേ? ഈ ആംഗിൾ തന്നേക്കുന്നത് 53 ആണ്. ഈ ആംഗിൾ തന്നേക്കുന്നത് 37 എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നടുക്ക് വന്നേക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പുള്ളി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുള്ളി. ഓക്കെ, പുള്ളിയിൽ കൂടി ഒരു സ്ട്രിങ് വരുന്നുണ്ട്. സ്ട്രിങ് പാസ് ചെയ്ത് വരുന്നു. സ്ട്രിങ്ങിൻ്റെ എൻഡിലാണ് നമ്മൾ 2 മാസും കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാസ് കണക്ട് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഇവിടെ ഞാനൊരു മാസ് കണക്ട് ചെയ്തു. ഇത് ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 10 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ നമ്മളൊരു സ്മോൾ ലെറ്റർ എം കണക്ട് ചെയ്യുകയാണ്. സ്മോൾ ലെറ്റർ എമ്മിൻ്റെ മാസ് നിങ്ങൾക്ക് അറിയാത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് എന്താണ് തന്നേക്കുന്ന ഡേറ്റ? ഇവൻ്റെ ആക്സലേഷൻ താഴത്തേക്ക് എ ആണ്, ദാറ്റ് ഈസ് 2 m/s² ആണ് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ആക്സലേഷൻ മുകളിലേക്കായിരിക്കുമെന്നും അതിൻ്റെ വാല്യൂ 2 m/s² ആണ് എന്നും നമുക്കറിയാം. ഓക്കെ അല്ലേ? യെസ്, ആ ഒരു ഐഡിയ മനസ്സിലേക്കൊന്ന് ഓർത്തിരിക്കുക. ഇവൻ താഴേക്കാണെങ്കിൽ ഇവൻ മുകളിലേക്കാണ് മൂവ് ചെയ്യുക, അത്രയും ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ ലോസ് ഓഫ് മോഷൻ്റെ ചാപ്റ്ററിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റിസോൾവ് ചെയ്യുവാണ് ചെയ്യുക അല്ലേ. ഇവിടെയുള്ള ഇവൻ്റെ വെയിറ്റ് ആയ എം ജിയെ നമ്മൾ റിസോൾവ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കി മാറ്റും അല്ലേ. 2 കമ്പോണൻസ് ആക്കി പറ്റും. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആ കമ്പോണൻസ് തന്നെ എഴുതുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം ഇതിൻ്റെ കമ്പോണൻസ് എഴുതാനായിട്ട്. ഇങ്ങോട്ടൊരു കമ്പോണൻ്റ് ഉണ്ട്, അതുപോലെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനും ഒരു കമ്പോണൻ്റ് ഉണ്ട്. അതുകൂടാതെ ഇങ്ങോട്ട് നോർമൽ റിയാക്ഷൻ, അല്ലേ, ഈ സർഫസിൻ്റെ നോർമൽ റിയാക്ഷൻ വരും. അതുപോലെ സ്ട്രിങ്ങിൽ ഇവിടെ ഇങ്ങോട്ട് ടെൻഷൻ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എല്ലാവരും പറഞ്ഞ് ഇവിടെയുള്ള കമ്പോണൻ്റ് എത്രയാണ്? ഇത് അതിൻ്റെ വെയിറ്റിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ്. അപ്പോൾ എം ജി കോസ് തീറ്റ കോസ് 53. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ 53 ആണ്. എം ജി കോസ് 53 ഇങ്ങോട്ട് വരും. ഈ ഡയറക്ഷനിൽ ആരാണ് എന്ന് ചോദിച്ചാൽ എം ജി സൈൻ 53 വരും അല്ലേ. ക്യാപിറ്റൽ എം ആണ് മാസ്. ഓക്കെ, മാറിപ്പോയില്ല. ക്യാപിറ്റൽ എം, എം ജി സൈൻ 53 ഈ ഡയറക്ഷനിൽ വരും. ഓക്കെ, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ വരും, ഈ ഡയറക്ഷനിൽ ടെൻഷൻ വരും. അപ്പോൾ ആലോചിക്കുക, ഇവൻ താഴത്തേക്കാണ് സ്ലൈഡ് ചെയ്ത് വരുന്നതെങ്കിൽ ഇവൻ്റെ ആ ഒരു സ്ലൈഡിങ് മോഷനെ ഒപ്പോസ് ചെയ്യാനായിട്ട് അവിടെ ആരുണ്ടാവും? ഒരു കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. ആ കൈനറ്റിക് ഫ്രിക്ഷൻ ഇവൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ എഫ് കെ എന്ന് ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഇതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടെ എത്ര ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നും എം ജി കോസ് 53യും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ കോസ് 53യുടെ വാല്യൂ ഒക്കെ മറന്നുപോയവർക്ക് വേണ്ടി പെട്ടെന്നൊന്ന് മാർക്ക് ചെയ്യാം. ഇത് 53 എന്ന് പറയുന്ന ആംഗിൾ ആണെങ്കിൽ ഇത് 4, ഇത് 3 ആണ്, ഈ സൈഡ് എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ കോസ് 53 നമുക്കിനി അത് കണ്ടുപിടിക്കാമല്ലോ. 3/5 വരും അല്ലേ. കോസ് 53 3/5 വരും. അപ്പോൾ ആലോചിക്കുക, എൻ എന്ന് പറയുന്നത് എൻ ഷുഡ് ബി ഈക്വൽ ടു എം ജി കോസ് 53 ആണ് അല്ലേ. എം ജി കോസ് 53 ആണ്. കാരണം ഈ ഡയറക്ഷനിൽ ആക്സലേഷൻ ഒന്നുമില്ല, പിന്നെ താഴത്തേക്കാണ് ആക്സലേഷൻ. അപ്പോൾ ഈ ഫോഴ്സായ എം ജി സൈൻ 53 ആയിരിക്കും വലുത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് മീൻസ് എം ജി സൈൻ 53 മൈനസ് മുകളിലോട്ട് ആരുണ്ട്? ടെൻഷനുണ്ട്. അതുകൂടാതെ മുകളിലോട്ട് ആരുണ്ട്? അതുകൂടാതെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? മ്യൂ ഇൻറ്റു എൻ ആണ് അല്ലേ. എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? എം ജി കോസ് 53 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയുമാണ് അവൻ്റെ നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലേഷൻ എന്ന് എഴുതാം. ഇനി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസിൻ്റെ വാല്യൂ 10 ആണ്. ഓക്കെ, ജിയുടെ വാല്യൂ 10 ആണ്. സൈൻ 53 മീൻസ് 4/5 എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടേം. മൈനസ് ടി, നമുക്ക് ടി അറിയില്ല, ടി അവിടെ നിൽക്കട്ടെ. മൈനസ് മ്യൂ ഇൻറ്റു മ്യൂ എന്ന് പറഞ്ഞാൽ 0.25 മീൻസ് 1/4. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ 10 ആണ്. ജി എന്ന് പറയുന്നത് 10 ആണ്. കോസ് 53 ഈസ് 3/5 വിച്ച് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ആക്സലേഷൻ 2 എന്ന് പറയാം. ഓക്കെ അല്ലേ? 2 എന്ന് പറയാമെന്നല്ല, 2 എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആരെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയേ. ഇവിടെ നമുക്ക് ഓരോ 5 ക്യാൻസൽ ചെയ്യാം. ഇത് 2 വരും. ഓക്കെ, അപ്പോൾ ഇത് 20 ഇൻറ്റു 4 80 എന്ന് വരും അല്ലേ. 80 മൈനസ് ടി. ഓക്കെ, മൈനസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കിയേ. ഇവിടുന്ന് ഇവന്മാർ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഇത് 2 വരും. ഓക്കെ ആണോ? യെസ്, പിന്നെ ഇത് 20 ഉണ്ട്. ഈ ഇവിടുന്ന് ഈ 2ഉം ഇവനോട് ക്യാൻസലായി. അപ്പോൾ ഇത് 2 വരും. ഇവർ രണ്ടുകൂടെ പോയി ഇത് 5 വരും അല്ലേ. സോ ഇറ്റ് ഈസ് 15. 5 ഇൻറ്റു 3 15 വിച്ച് ഈസ് ഈക്വൽ ടു 20. ദെൻ ടി ക്യാൻ ബി റിട്ടൺ ആസ്, ടി അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ടി ക്യാൻ ബി റിട്ടൺ ആസ് 80 മൈനസ് ഈ 20യും കൂടെ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ 35 എന്ന് വരും അല്ലേ. 80 മൈനസ് 35 ഈസ് ഈക്വൽ ടു 45 എന്ന് വരും അല്ലേ. 45 പ്ലസ് 35 ആണ് 80 വരിക. അപ്പം 45 ന്യൂട്ടൺ എന്നുള്ളതാണ് ആരുടെ വാല്യൂ? ടെൻഷൻ. ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ 45 ന്യൂട്ടൺ എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് ടെൻഷനാണോ? അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ചെറിയ ബ്ലോക്കിൻ്റെ മാസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്ത അതേ ഫോർമാറ്റിൽ ആലോചിക്കുകയാണെങ്കിൽ ഇവനും നമുക്ക് ഇവൻ്റെ വെയിറ്റിനെ റിസോൾവ് ചെയ്ത് 2 കമ്പോണൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവൻ്റെ വെയിറ്റിനെ നമ്മൾ റിസോൾവ് ചെയ്ത് 2 കമ്പോണൻസ് ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ എല്ലാവരും കമ്പോണൻസ് ഒന്ന് പറഞ്ഞേ. താഴേക്കുള്ള കമ്പോണൻറ്റ്, ഈ ഡയറക്ഷനുള്ള കമ്പോണൻറ്റ് എം ജി കോസ് 37 വരും. ഓക്കെ, ഇങ്ങോട്ട് നോർമൽ റിയാക്ഷൻ വരും. അതുപോലെ ഈ ഡയറക്ഷനിൽ ടെൻഷൻ വരും. പിന്നെ നിങ്ങൾക്കറിയാം ബ്ലോക്ക് മുകളിലേക്കാണ് തെന്നി പോവുക. അപ്പോൾ അവൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത് താഴേക്കാണ് അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് അവൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് താഴത്തേക്ക് വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ വാല്യൂസ് ഒക്കെ എഴുതാം. ഇവൻ ആരാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഈ വാല്യൂ എം ജി സൈൻ, ഓക്കെ, എം ജി സൈൻ 37 ആണ്. ഇവൻ ആരാണ്? എം ജി കോസ് 37 ആണ്.
ഇങ്ങോട്ട് ആരുണ്ട് ടെൻഷൻ ഉണ്ട്, ഇങ്ങോട്ട് ആരുണ്ട് നോർമൽ റിയാക്ഷൻ ഉണ്ട്, ഇത് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിഗർ നോക്കുമ്പോഴേ നമ്മൾ ആ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്ന ബ്ലോക്കിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഫോർ ബ്ലോക്ക് എമ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നോക്കുക, ബ്ലോക്കിൻ്റെ കേസിൽ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ആരോട് ഈക്വലാണ്? mg cos 37 ഈക്വൽ ആണ്. അടുത്ത ഐഡിയ, അവന് ടെൻഷൻ മുകളിലോട്ടുണ്ട്, mg sin 37 അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സും താഴത്തേക്കാണ്. ബട്ട് ഇവൻ മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ്. അപ്പോൾ ടെൻഷൻ ആയിരിക്കേണ്ട വലുത് ടെൻഷൻ മൈനസ് mg sin 37 മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു എൻ ആണല്ലോ. എൻ എന്ന് പറഞ്ഞാൽ mg cos 37 ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ബോഡി ഇൻറ്റു ആക്സലറേഷൻ എന്ന് എഴുതാം. ടെൻഷൻ്റെ സ്ഥാനത്ത് അവൻ്റെ വാല്യൂ എഴുതുക. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു 45 മൈനസ് എം അറിയില്ല, എം അങ്ങനെ നിൽക്കട്ടെ. ജി അറിയാം 10 ആണ്. സൈൻ 37 നോക്കുക, ഇതാണ് 37, ഇത് 53 ആണെങ്കിൽ ഇവനാണ് 37. സൈൻ 37 മീൻസ് 3/5. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 3/5 എഴുതി. മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4 ഇൻറ്റു എം ഇൻറ്റു ജി നമ്മൾ 10 എഴുതി. കോസ് 37 എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് 4/5 എന്ന് വരും അല്ലേ? 4/5 എന്ന് വരും. കോസ് 37 മീൻസ് 4/5 ശരിയല്ലേ? കോസ് 37 മീൻസ് 4/5 വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സലറേഷൻ 2 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യണമല്ലോ. ദാറ്റ് ഈസ് 45 മൈനസ് ഇവ രണ്ടുകൂടെ ക്യാൻസലായി പോയി. അപ്പോൾ ഇത് 2 വരും. അപ്പോൾ എത്രയാണ്? 6m എന്ന് വരും. മൈനസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരൊക്കെ ക്യാൻസൽ ചെയ്യാവും നോക്കിയാൽ ഈ 4ഉം ഈ 4 ക്യാൻസലായി, ഇവ രണ്ടുകൂടെ ക്യാൻസലായി, ഇത് 2 വരും. 2m മൈനസ് 2m is equal to 0 എന്ന് വരും അല്ലേ? സോ 45 minus 10m is equal to 0 or 10m is equal to 45 എന്ന് വരും. that is m is equal to 4.5 കിലോഗ്രാം എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയ ഈ സൈഡിൽ കൂടെ സ്ലൈഡ് ചെയ്യുന്ന ചെറിയ മാസായ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് എത്ര? 4.5 കിലോഗ്രാം എന്നാണ് വരിക. ഓപ്ഷൻ ഉണ്ടല്ലോ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 43 വരെയായി. 44ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 44. ഇതാണ് ക്വസ്റ്റ്യൻ. എ കോയിൽ ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 5000 ടെസ്ല. അപ്പോൾ ഒരു കോയിൽ, എന്താണ് കോയിലിൻ്റെ ഷേപ്പ്? സർക്കുലർ കോയിലാണ് കേട്ടോ. അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അവനെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ വെറുതെ ഒരു കോയിലും മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇനീഷ്യലി ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ 5000 ടെസ്ല എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിക്രീസ് ചെയ്ത് ഫൈനലി എത്രയാക്കി മാറ്റുന്നുണ്ട്? 3000 ടെസ്ലയാക്കി മാഗ്നറ്റിക് ഫീൽഡ് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ടൈം 2 സെക്കൻഡ്സ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്ന സമയം എത്രയാണെന്ന് ചോദിച്ചാൽ 2 സെക്കൻഡ്സ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡിനകത്തുണ്ടായ ചേഞ്ച് എത്ര എന്ന് ചോദിച്ചാൽ എത്രയാ? 2000 ടെസ്ല ആണ് മാഗ്നറ്റിക് ഫീൽഡിനകത്തുണ്ടായ ചേഞ്ച് എന്ന് പറയുക. ഓക്കെ, അതിന് വേണ്ടി വന്ന സമയമാണ് 2 സെക്കൻഡ് എന്ന് പറയുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? ഇതിനകത്തുള്ള ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡക്ഷൻ നടക്കണം. പറഞ്ഞിട്ടുണ്ട് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് 22 വോൾട്ട് ആണ് എന്ന് പറയുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് 22 വോൾട്ട്. ഓക്കെ, ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദി കോയിൽ ഈസ് 0.02 മീറ്റർ, ഡയമീറ്റർ 0.02 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 0.01 മീറ്റർ ആയിരിക്കണ്ടേ? എന്ന് പറഞ്ഞാൽ 10⁻⁻2 മീറ്റർ ആയിരിക്കണം എന്ത് റേഡിയസ് എന്ന് പറയുക. ദെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ, അങ്ങനെയാണെങ്കിൽ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇൻഡ്യൂസ്ഡ് EMFൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു d∅dt എന്നെടുക്കാം അല്ലേ? ഒരു ടേണേ ഉള്ളെങ്കിൽ d∅dt എടുക്കാം. നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ n ഇൻറ്റു d∅dt എന്നെടുക്കാം. ഇവിടെ n എത്ര എന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. ഇനി d∅dt നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു n ഇൻറ്റു d/dt ഓഫ് ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സിൻ്റെ ജനറൽ ഫോർമുല BA cos θ ആണ്. നമ്മുടെ ഐഡിയ ഓർക്കുക. അപ്പം ഞാനൊരു ഉദാഹരണത്തിന് ഫീൽഡ് അകത്തേക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏരിയ വെക്ടർ നമുക്ക് അകത്തേക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ആംഗിൾ 0 വരും. ദാറ്റ് ഈസ് B.A എന്ന് പറയുന്നത് B ഇൻറ്റു A എന്ന് വരും. അതിനകത്ത് ആര് കോൺസ്റ്റൻ്റ് ആണ്? ഏരിയ കോൺസ്റ്റൻ്റ് ആണ്. സോ ഈസ് ഈക്വൽ ടു n ഇൻറ്റു A ഇൻറ്റു dB/dt എന്ന് വരും. ഇതിനകത്ത് dt നമുക്കറിയാം അല്ലേ? ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് n ആണ്. സോ n ക്യാൻ ബി റിട്ടൺ ആസ് E ഇൻറ്റു dt ഡിവൈഡഡ് ബൈ ഓക്കെ എത്രയാണ് വരിക? A ഇൻറ്റു dB എന്ന് വരും. ഓക്കെ, എല്ലാ വാല്യൂസും നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഈയുടെ സ്ഥാനത്ത് എത്ര? 22 എന്ന് വരും അല്ലേ? ഈയുടെ സ്ഥാനത്ത് 22. ടൈം എത്രയാണ് വരിക? 2 സെക്കൻഡ് ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് π ഇൻറ്റു r² എന്നാണ് വരിക. അപ്പോൾ തൽക്കാലം r² തന്നെ എഴുതാം. ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവേ. dB എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനകത്തുണ്ടായ ചേഞ്ച് 2000 ആണ്. അപ്പോൾ 2 ഇൻറ്റു 10⁻³ എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ നോക്കാം. ഇവിടെ ആരെയായാലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ 2 ഞാൻ ക്യാൻസൽ കളഞ്ഞു. പിന്നെ നമുക്ക് ചെറിയൊരു ലോജിക്ക് വരും. എന്താണ്? ഇവിടെ 22 ഉണ്ടല്ലോ,
പൈ എന്ന് പറയുന്നത് നമുക്കറിയാം 22/7 ആണ്. അപ്പോൾ 7 മുകളിൽ വരും. ഓക്കെ അല്ലേ? പിന്നെ താഴെ ഒരു r², r എന്ന് പറഞ്ഞാൽ 10⁻²- ആണ്. അവനെ സ്ക്വയർ ചെയ്താൽ 10⁻⁻4 വരും. പിന്നെ ഒരു 10⁻3 ഉണ്ട് അല്ലേ? ശരിയല്ലേ? യെസ്. അപ്പോൾ ഏതായാലും 22 ക്യാൻസലായി പോയി. പിന്നെ റിമൈനിങ് ആയിട്ടുള്ളത് ഇവിടെ 10⁻⁻1 വരും. അത് മുകളിൽ വരുമ്പോൾ 10 വരും. സോ 70 എന്ന് വരും. അതായത് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ്. അങ്ങനെ ആൻസർ ഉണ്ടല്ലോ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 44th ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. 45ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 45ാമത്തെ ക്വസ്റ്റ്യൻ. The fundamental frequency of a closed organ pipe is equal to first overtone frequency of an open organ pipe. If the length of the open pipe is 60 cm, then length of the closed pipe is. അപ്പോൾ ഇത് വേവ്സിൻ്റെ ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഐഡിയ ആണ്. ഓക്കെ, ഏതായാലും നമുക്ക് ആദ്യം നനയ്ക്കുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആണ്. ഓക്കെ, അപ്പം നമുക്കൊരു ക്ലോസ്ഡ് പൈപ്പ് ഇമാജിൻ ചെയ്യാം. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വൺ എൻഡ് ഈസ് ഓപ്പൺ ആൻഡ് അതർ എൻഡ് ഈസ് ക്ലോസ്ഡ്. അവിടെ പോസിബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ V/4L ഓഡ് മൾട്ടിപ്പിൾസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ? V/4L എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ ഓഡ് മൾട്ടിപ്പിൾസ് ആണ് പോസിബിൾ. അതായത് V/4L ആണ് ഫസ്റ്റ് ഫ്രീക്വൻസി. V/4L1 അവൻ്റെ ലെങ്ത് L1 എന്ന് എഴുതുക. ഇനി അടുത്ത ഫ്രീക്വൻസി 3 × V/4L1, അടുത്തത് 5 × V/4L1, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവനാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുക അല്ലേ? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയാം. ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയാം. ഓക്കെ, ഇവനെ നമ്മൾ എന്താ വിളിക്കുക? ഇവനെ നമ്മൾ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയും. സെക്കൻഡ് ഹാർമോണിക്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയാം. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്. ഇതാണ് ക്ലോസ്ഡ് പൈപ്പിൻ്റെ കണ്ടീഷൻസ്. ഇനി ഓപ്പൺ പൈപ്പിലേക്ക് വരുവാണെങ്കിൽ, ഓപ്പൺ പൈപ്പിൻ്റെ സിറ്റുവേഷനിലേക്ക് വരുവാണെങ്കിൽ, രണ്ടെൻഡും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പാണ് ഓപ്പൺ പൈപ്പ്. അവിടെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് V/2L ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് L2 എന്ന് എഴുതിക്കുക. അപ്പോൾ V/2L2 ഇതാണ് ഫസ്റ്റ് ഫ്രീക്വൻസി. അടുത്തത് 2 × V/2L2, അടുത്തത് 3 × V/2L2, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്നാണ് പഠിക്കുക. ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ്. ഓക്കെ, അപ്പോൾ അവൻ്റെ പേരും ഒന്ന് നോക്കാം. ഇവനെ എന്താ വിളിക്കുക? ഫസ്റ്റ് ഫ്രീക്വൻസി എപ്പോഴും നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ മോഡ് എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇവന് വേറൊരു പേരുണ്ട്, ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുക. ഇനി ഇങ്ങോട്ട് വരുമ്പം എന്താണ്? സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് പറയാം അല്ലേ? ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ നോക്കിയേ, ആരുടെയൊക്കെ ഫ്രീക്വൻസീസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെയൊക്കെ ഓർക്കുക, ഇത് പൈപ്പാണ്. പൈപ്പിൻ്റെ കേസിൽ ഓപ്പൺ പൈപ്പാണെങ്കിലും ക്ലോസ്ഡ് പൈപ്പാണെങ്കിലും നമ്മൾ എഴുതുന്ന V എന്ന് പറയുന്നത് എയറിൽ കൂടി സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ്. അതുകൊണ്ടാണ് രണ്ടിടത്തും V സെയിം എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് പൈപ്പ്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഈസ് ഈക്വൽ ടു, അതായത് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, അതായത് ഇവൻ ആരോട് ഈക്വൽ ആണെന്നാണ് പറയുക? ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി ഓഫ് ആൻ ഓപ്പൺ പൈപ്പ്. ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവനല്ലേ ഓപ്പൺ പൈപ്പിൻ്റെ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസിയോട് ഈക്വൽ ആണ് എന്നാണ് പറയുക. ഇനി അടുത്തായിട്ട് പറയുന്നത് ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് ഈസ്, ഓപ്പൺ പൈപ്പിൻ്റെ ലെങ്തായ L2 എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണെങ്കിൽ L1 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ആരെയൊക്കെ ഇക്വേറ്റ് ചെയ്യണ്ടേ? V/4L1 ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ പറയുക? 2ൻ്റെ കൂടെ ക്യാൻസൽ ആയി പോയിട്ട് V/L2 എന്ന് വരും. V ക്യാൻസൽ ആയി പോയല്ലേ? സോ ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 4L1 LCM എടുക്കുക, സോറി LCM അല്ല, റെസിപ്രോക്കൽ എടുക്കുക. 4L1 ഈസ് ഈക്വൽ ടു L2 എന്ന് വരും. ഓക്കെ, നമുക്ക് ആരെ അറിയാം? L2 അറിയാം. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? L2 / 4. L2 ഈസ് 60 / 4 വിച്ച് ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ എന്ന് വരും. അതായത് നമ്മുടെ L1 ക്ലോസ്ഡ് പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്നാണ് ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. 15 സെൻറ്റിമീറ്റർ. ആൻസർ ഉണ്ടല്ലോ, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 46th ക്വസ്റ്റ്യനിലേക്ക് പോകാം. A small steel ball is dropped into a long cylinder containing glycerine. അപ്പം നമ്മുടെ ഇതിലൊരു ലോങ് സിലിണ്ടർ ഉണ്ട്. ഇങ്ങനെ നമുക്കൊരു ലോങ് സിലിണ്ടർ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഒരു ലോങ് സിലിണ്ടർ ഇമാജിൻ ചെയ്യണം. ഈ ലോങ് സിലിണ്ടറിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് നിറയെ ഉള്ളത് എന്താണ്? ഗ്ലിസറിനാണ് എന്ന് കരുതുക. അപ്പോൾ ഇതിനകത്ത് നിറയെ ഗ്ലിസറിൻ ഉണ്ട്. ഈ ഗ്ലിസറിനകത്തൂടെ ചെറിയൊരു ബോള് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ചെറിയ ബോള് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യണം. സ്മോൾ സ്റ്റീൽ ബോൾ ഈസ് ഡ്രോപ്ഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി അവന് ഇനീഷ്യലി താഴത്തേക്ക് എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അതുപോലെ ബോയൻ ഫോഴ്സ് ഉണ്ട്. അത് മാത്രമല്ല ഇവൻ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ വിസ്കസ് ഫോഴ്സും ഉണ്ട് അല്ലേ? അവൻ ഇങ്ങനെ താഴത്തേക്ക് ആക്സലേഷനോടെ മൂവ് ചെയ്യും. താഴത്തേക്ക് വരുന്നതനുസരിച്ച് സ്പീഡ് കൂടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവന് താഴത്തേക്ക് mg ആക്ട് ചെയ്യുന്നുണ്ട്,
മുകളിലേക്ക് ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു വിസ്കസ് ഫോഴ്സും കൂടി ഉണ്ട്. ഈ വിസ്കസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം. വിസ്കസ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 6π ഈറ്റ ഇൻറ്റു R ഇൻറ്റു V ആണല്ലേ. വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. അപ്പോൾ ബോഡിക്ക് ആദ്യം സ്പീഡ് കൂടിക്കൂടി വരും. സ്പീഡ് കൂടിക്കൂടി വരുന്നതനുസരിച്ച് ആര് കൂടുന്നുണ്ട്? വിസ്കസ് ഫോഴ്സ് കൂടുന്നുണ്ട്. മുകളിലോട്ടുള്ള വിസ്കസ് ഫോഴ്സ് കൂടും. അങ്ങനെ മുകളിലേക്കുള്ള വിസ്കസ് ഫോഴ്സും അതുപോലെ ബോയൻ ഫോഴ്സും അതുപോലെ താഴത്തേക്കുള്ള mgയും കൂടെ ഈക്വൽ ആകുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആകും. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ഇത് ഒരു ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറയുക. അപ്പോൾ കുറച്ച് കഴിയുമ്പം ആക്സലറേഷൻ കുറഞ്ഞ് എന്തായി മാറും? 0 ആകും. തുടക്കത്തിലെ നല്ല ആക്സലറേഷൻ ഉണ്ട്. പിന്നെ താഴത്തേക്ക് വരുന്നതനുസരിച്ച് വിസ്കസ് ഫോഴ്സ് കൂടും. വിസ്കസ് ഫോഴ്സ് കൂടുന്നതനുസരിച്ച് നെറ്റ് ഫോഴ്സ് കുറയും. നെറ്റ് ഫോഴ്സ് കുറയുക എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ കുറയും. അങ്ങനെ ആക്സലറേഷൻ കുറഞ്ഞ് ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴേക്കും ആക്സലറേഷൻ എന്തായി മാറണം? 0 ആയി മാറണം. അപ്പോൾ അവർക്ക് തുടങ്ങുമ്പോൾ വെലോസിറ്റി 0 ആണ്. തുടങ്ങുമ്പോൾ വെലോസിറ്റി 0. അപ്പോൾ ഈ ഗ്രാഫിൽ തുടങ്ങുമ്പോൾ വെലോസിറ്റി 0 ആണ്. ഈ ഗ്രാഫിൽ തുടങ്ങുമ്പോൾ വെലോസിറ്റി 0 ആണ്. ഇവിടെയും തുടങ്ങുമ്പോൾ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ആര് മാത്രമാണ് ഫസ്റ്റിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക? ഇവനെ അങ്ങ് എലിമിനേറ്റ് കളഞ്ഞു. ഓക്കെ, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ ആക്സലറേഷൻ കിട്ടും. നോക്കുക, ഇവനെ സംബന്ധിച്ച് സ്ലോപ്പ് സെയിം ആണ്. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതായത് ആക്സലറേഷൻ മാറുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല, ആക്സലറേഷൻ യൂണിഫോം ആയിട്ട് വെച്ചാൽ ആക്സലറേഷൻ കുറഞ്ഞു വരിക. ആക്സലറേഷൻ ഇവൻ താഴത്തേക്ക് വരുന്നതനുസരിച്ച് ആക്സലറേഷൻ കുറഞ്ഞു വരിക. ഇതിപ്പം ആക്സലറേഷൻ ഇത്രയും സമയത്തേക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു എന്നല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെയും ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, കണ്ടോ, ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഈ പോയിന്റിലുള്ള സ്ലോപ്പ് അല്ല ഈ പോയിന്റിലേക്ക് വരുമ്പോൾ സ്ലോപ്പ് അല്പം കൂടി കുറഞ്ഞു. അപ്പോൾ ഈ പോയിന്റിലേക്കാളും സ്ലോപ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ കുറഞ്ഞു. ഇങ്ങനെ വന്ന് അവസാനം ഈ ഗ്രാഫ് എങ്ങനെയാവും? അവസാനം ഈ ഗ്രാഫ് ഹൊറിസോണ്ടലായിട്ട് മാറും. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മാറും. അപ്പോൾ ആക്സലറേഷൻ എന്തായി മാറും? ആക്സലറേഷൻ 0 ആയി മാറും. അതായത് ഇനീഷ്യലി നല്ലൊരു ആക്സലറേഷൻ ഉണ്ട്, വെലോസിറ്റി 0 ആണ്. പിന്നെ ഗ്രാജുവലി ആക്സലറേഷൻ കുറഞ്ഞ് വന്ന് അവസാനം ആക്സലറേഷൻ എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്തുത സിറ്റുവേഷനോട് ഏറ്റവും മാച്ച് ചെയ്ത് വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അതുകൊണ്ട് വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 46th ക്വസ്റ്റ്യൻ. ഓക്കെ, 47th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കോയിൻ ഈസ് പ്ലേസ്ഡ് ഓൺ എ ഡിസ്ക്. ഒരു ഡിസ്കിൻ്റെ മുകളിൽ ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ കോയിൻ ആൻഡ് ഡിസ്ക് ഈസ് മ്യൂ. ഡിസ്കും കോയിനും തമ്മിലുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണ്. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി കോയിൻ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ഡിസ്ക് ഈസ് ആർ. ഡിസ്കിൻ്റെ സെൻറ്ററിൽ നിന്നും കോയിനിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. ദെൻ മാക്സിമം ആംഗുലാർ വെലോസിറ്റി വിച്ച് ക്യാൻ ബി ഗിവൺ ടു ദി ഡിസ്ക് സോ ദാറ്റ് ദ കോയിൻ ഡസ് നോട്ട് സ്ലിപ്പ് എവേ ഈസ്. അപ്പോൾ എന്താണ് ഐഡിയ എന്ന് ചോദിച്ചാൽ, ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്കൊരു ഡിസ്ക് ആയിട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇവനൊരു ഡിസ്ക്കാണ്. ഈ ഡിസ്കിൻ്റെ സെൻറ്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ, ഡിസ്കിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ എന്ത് വെച്ചിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അത് പറയുന്നത്? ഒരു കോയിൻ വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊരു കോയിൻ വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു കോയിനാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊരു കോയിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? ഈ സെൻറ്ററിൽ നിന്ന്, ഡിസ്കിൻ്റെ സെൻറ്ററിൽ നിന്നും കോയിനിലേക്കുള്ള ദൂരം 6. കോയിൻ്റെ സൈസ് കൺസിഡർ ചെയ്യാൻ മാത്രമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ ഡിസ്കിനെ എന്ത് ചെയ്യുവാണ്? ഡിസ്കിനെ ഒരു ഒമേഗ ആംഗുലാർ വെലോസിറ്റിയോടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കൂടി വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? കോയിൻ ഇവിടുന്ന് ഇങ്ങനെ തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. കോയിൻ തെറിച്ച് പോകാതെ ഇരിക്കുന്നു. അങ്ങനെ കോയിൻ തെറിച്ച് പോകാതെ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ആംഗുലാർ വെലോസിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. ഈ ഡിസ്കിനും അതുപോലെ തന്നെ കോയിനും ഇടയ്ക്കുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ കോയിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോയിൻ എന്ന് എഴുതുക. കോയിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ താഴത്തേക്ക് എന്തുണ്ട്? കോയിൻ്റെ വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് വരുന്നുണ്ട്, ശരിയല്ലേ? ഇനി ഇവനെ നമ്മൾ ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് ഇവൻ തെന്നി പോകാനായിട്ട് ശ്രമിക്കുക, അല്ലേ? സ്യൂഡോ ഫോഴ്സ് കാരണം റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ്. അപ്പോൾ ഇത് ഡിസ്ക് ഇങ്ങനെ കറങ്ങുക എന്ന് പറഞ്ഞാൽ ഡിസ്കിന് ഒരു സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആക്സലറേറ്റിംഗ് ഫ്രെയിമിൽ ഇരിക്കുന്ന ഈ കോയിനെ സംബന്ധിച്ച് അവനൊരു സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അല്ലേ? പുറത്തേക്ക് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ അവൻ പുറത്തേക്ക് തെന്നിപ്പോകാനാണ് ശ്രമിക്കുക. അപ്പോൾ അവൻ പുറത്തേക്ക് തെന്നിപ്പോകാതിരിക്കണമെങ്കിൽ എന്താണ്? ഇങ്ങോട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. എന്ത് ഫ്രിക്ഷനാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരും, അല്ലേ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരും. അപ്പോൾ തെന്നി പോകാതിരിക്കണമെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പുറമേ നോക്കുവാണെങ്കിൽ എന്താ കാണുക? പുറമേ നോക്കുവാണെങ്കിൽ നമ്മൾ കാണുന്നത് ഈ പറയുന്ന ഡിസ്കിൻ്റെ ഒപ്പം തന്നെ ആരും ഇരുന്ന് കറങ്ങുന്നുണ്ട്, കോയിനും ഇരുന്ന് കറങ്ങുന്നുണ്ട്. പുറമേ നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഡിസ്ക് കറങ്ങുന്നതിനൊപ്പം തന്നെ കോയിനും ഇരുന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ കറങ്ങണമെങ്കിൽ കോയിന് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ കോയിനെ സംബന്ധിച്ച് അതൊരു സർക്കുലർ പാത്തിലാണ് കറങ്ങുന്നത്. സർക്കുലർ പാത്തിൽ കറങ്ങണമെങ്കിൽ അവനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഓക്കെ അല്ലേ? അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ഇവിടെ ആരാക്ട് ചെയ്യുന്നത്? സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഏക ഫോഴ്സ് ഈ പറഞ്ഞ സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്, ശരിയല്ലേ? സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? mr omega square ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് വരും.
ഓക്കെ, അപ്പോൾ ഈ ഒമേഗ മാക്സിമം ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിൻ്റെ മാക്സിമം ആയി മാറി എന്നല്ലേ? ഒമേഗ മാക്സിമം ആയാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിൻ്റെ മാക്സിമം ആയി മാറണം. ഓക്കെ, ദാറ്റ് ഈസ് എം ഇൻറ്റു ആർ ഇൻറ്റു ഒമേഗ മാക്സിമം സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷന് വരാവുന്ന മാക്സിമം എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു എൻ ആണ്. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? എം ജിയോട് ഈക്വൽ ആണ്. അപ്പം മ്യൂ ഇൻറ്റു എം ജി എന്നെഴുതാം. രണ്ട് സൈഡിൽ നിന്നും എം ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ മാക്സിമം സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ജി ബൈ ആർ എന്നെഴുതാം. ഓർ ഒമേഗ മാക്സിമം ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ ജി ബൈ ആർ എന്ന് വരും അല്ലേ? ഇതാണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ആംഗുലാർ ഫ്രീക്വൻസി. ഇതിലും കൂടി ആംഗുലാർ ഫ്രീക്വൻസിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ കോയിൻ ഡിസ്കിന് മുകളിൽ നിന്ന് തെറിച്ചു പോകും. സോ കറക്റ്റ് ആൻസർ ഏതാ വന്നിരിക്കുന്നത്? മ്യൂ ജി ബൈ ആർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 48. Two conductors have same resistance at 0 degrees Celsius, but their temperature coefficient of resistance are alpha 1, alpha 2. അപ്പോൾ നമ്മുടെ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഒന്നാമത്തെ റെസിസ്റ്റൻസും രണ്ടാമത്തെ റെസിസ്റ്റൻസും അവരുടെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആൽഫ 1ഉം ആൽഫ 2 ആണ്. പക്ഷേ രണ്ടുപേർക്കും 0 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് സെയിം ആണ്? റെസിസ്റ്റൻസ് സെയിം ആണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ രണ്ടുപേർക്കും റെസിസ്റ്റൻസ് സെയിം ആണ്. ഇനി ടെമ്പറേച്ചർ ഒരു ഡെൽറ്റ തീറ്റ കൂടി എഴുതുക. ടെമ്പറേച്ചർ ഒരു ഡെൽറ്റ തീറ്റ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ആളുടെ റെസിസ്റ്റൻസ് എന്തായി മാറും? ഇനീഷ്യൽ റെസിസ്റ്റൻസ് ആയ ആർ ഇൻറ്റു ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഞാൻ ആർ എന്ന് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആർ എന്ന് ഞാൻ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർ ബി ദി റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിൽ രണ്ടുപേർക്കും സെയിം റെസിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞല്ലോ. ആ റെസിസ്റ്റൻസിനെ ഞാൻ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആഫ്റ്റർ എ സർട്ടൺ ടെമ്പറേച്ചർ ഞാൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോഴുള്ള റെസിസ്റ്റൻസ് R1 എന്ന് എഴുതുവാണ്. വിച്ച് ഇസ് R1 ഈസ് ഈക്വൽ ടു R ഇൻറ്റു 1 പ്ലസ് ആൽഫ 1 ഇൻറ്റു ഡെൽറ്റ തീറ്റ, വെയർ ഡെൽറ്റ തീറ്റ ഈസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. And similarly, R2 can also be written as R into 1 plus alpha 2 into delta theta എന്ന് എഴുതാം. ഈ പറഞ്ഞത് ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ആൽഫ 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളുടെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇവന്മാരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ എഫക്റ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്ന് എഴുതുക. ഇൻ സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്നാണ് വരിക അല്ലേ? ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? R1 എന്ന് പറഞ്ഞാൽ R ഇൻറ്റു 1 പ്ലസ് ആൽഫ 1 ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എഴുതാം. R2 എന്ന് പറഞ്ഞാൽ R ഇൻറ്റു 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ശരിയല്ലേ? ഇനി ആലോചിക്കുക, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള സിസ്റ്റത്തിൻ്റെ ശരിക്കും 0 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഇവർ രണ്ടുപേരും 0 ഡിഗ്രി സെൽഷ്യസിൽ ഒന്നാമത്തെ ആളുടെ റെസിസ്റ്റൻസ് ആറാണ്, രണ്ടാമത്തെ ആളുടെ റെസിസ്റ്റൻസും ആറാണ്. അപ്പം അന്നേരം അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2R വരണം. പിന്നെ എത്ര ടെമ്പറേച്ചർ കൂട്ടി? ഡെൽറ്റ തീറ്റ ടെമ്പറേച്ചർ കൂട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2R റെസിസ്റ്റൻസ് ഉള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ ആഫ്റ്റർ ഡെൽറ്റ തീറ്റ റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസിൽ അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2R ആണ് വരേണ്ടത്. ഇനി അപ്പോൾ തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ ടെമ്പറേച്ചർ മാറിയതിന് ശേഷമുള്ള റെസിസ്റ്റൻസിനെ 2R ഇൻറ്റു 1 പ്ലസ് ആൽഫ എഫക്റ്റീവ് അല്ലെങ്കിൽ ഈക്വലൻ്റ് ആൽഫ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ നമുക്ക് 2R ഇൻറ്റു, കാരണം 0 ഡിഗ്രി സെൽഷ്യസിലായിരുന്നെങ്കിൽ എഫക്റ്റീവ് 2R വന്നേനെ, 2R ഇൻറ്റു 1 പ്ലസ് ആൽഫ എഫക്റ്റീവ് ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്നും ആരെ ക്യാൻസൽ ചെയ്യാൻ നോക്കിക്കേ? 6 ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇവിടുന്ന് 6 ഉണ്ട്, ഇവിടുന്നും 6 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോവാം. പിന്നെ എന്താണ് ഉള്ളത് നോക്കിയേ? ഇവിടെ ഒരു 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു 2 ആൽഫ ഈക്വലൻറ്റ് ഇൻറ്റു ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ഈ 1 പ്ലസ് 1 2 വരും പ്ലസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഓക്കെ, ഞാൻ ആ ഡെൽറ്റ തീറ്റ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ഇവിടുന്ന് ഈ 2ഉം ഈ 2 കൂടെ ക്യാൻസലായി പോയി. പിന്നെ റിമൈനിങ് ആയിട്ട് 2 ഇൻറ്റു ആൽഫ ഈക്വലൻറ്റ് ഇൻറ്റു ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഡെൽറ്റ തീറ്റ ക്യാൻസൽ ചെയ്ത് കളയാലോ? ഡെൽറ്റ തീറ്റ ക്യാൻസൽ ചെയ്യാം. വിച്ച് മീൻസ് ആൽഫ ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ? ആൽഫ ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 ഡിവൈഡ് ബൈ 2. അതായത് എഫക്റ്റീവ്
ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എപ്പോൾ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് α1 + α2/2 എന്ന് വരും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് പാരലൽ കോമ്പിനേഷൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. പാരലൽ കോമ്പിനേഷൻ്റെയും ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പാരലൽ കോമ്പിനേഷൻ്റെ കേസിൽ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ 1/R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1/R1 + 1/R2 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് 1/R ഇക്വലൻ്റ്. 1/R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1/R1 എന്ന് പറഞ്ഞാൽ 1/R ഇൻറ്റു R1ൻ്റെ വാല്യൂ 1 + α1 ഇൻറ്റു Δθ ആണ്, പ്ലസ് 1/R ഇൻറ്റു 1 + α2 ഇൻറ്റു Δθ എന്നാണ് വരിക. ശരിയല്ലേ? ഇനി ഈ R ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവരെ രണ്ടുപേരെയും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്കിൽ ഒരാളുടെ റെസിസ്റ്റൻസ് ആറാണ്, അടുത്തയാളുടെ റെസിസ്റ്റൻസ് ആറാണ്. അപ്പോൾ എഫക്റ്റീവ് അഥവാ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/2 വരും. അപ്പോൾ നമുക്ക് 1/R/2 ഇൻറ്റു 1 + α ഇക്വലൻ്റ് ഇൻറ്റു Δθ എന്നാണ് Δθ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തതിന് ശേഷം വരേണ്ട എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുക. ദാറ്റ് ഈസ് 1/R ഇൻറ്റു 1 + α1 ഇൻറ്റു Δθ പ്ലസ് 1/R ഇൻറ്റു 1 + α2 ഇൻറ്റു Δθ എന്ന് വരും. അല്ല, നമുക്ക് R രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്ത് കളയാം. R ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നോക്കുക, ഇവിടെ ആരെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഏതായാലും ഇവിടുന്ന് ഒരു 2 മുകളിലേക്ക് വരും. 2 / 1 + α ഇക്വലൻ്റ് ഇൻറ്റു Δθ വിച്ച് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഇവിടെ ഒന്ന് LCM എടുത്താൽ 1 + α2 ഇൻറ്റു Δθ പ്ലസ് 1 + α1 ഇൻറ്റു Δθ ഡിവൈഡഡ് ബൈ 1 + α1 ഇൻറ്റു Δθ ഇൻറ്റു 1 + α2 ഇൻറ്റു Δθ എന്ന് വരും. ശരിയല്ലേ? യെസ്. ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണല്ലേ. സിംപ്ലിഫിക്കേഷന് വേണ്ടി ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 1 + α1 ഇൻറ്റു Δθ ഇൻറ്റു 1 + α2 ഇൻറ്റു Δθ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണേ, 1 + α ഇക്വലൻ്റ് ഇൻറ്റു Δθ ഇൻറ്റു, ഓക്കെ, ഇത് ഇവന്മാർക്ക് രണ്ടുപേർ കൂടെ കോമൺ ആയിട്ട് വരും അല്ലേ, കോമൺ ആയിട്ട് വരും. അപ്പോൾ അവന്മാരെ രണ്ടുപേരും കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താലോ. ഇപ്പോൾ തന്നെ അവരെ രണ്ടുപേരും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 1 + 1 2 വരും. പിന്നെ α1 α2 കൂടെ കോമൺ ആയിട്ട് എടുത്താൽ α1 + α2 ഇൻറ്റു Δθ എന്ന് വരും. ശരിയല്ലേ? യെസ്. ഇനി ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടൈമുകളുണ്ടോ നോക്കിയേ. ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടൈമുണ്ടോ? ഓക്കെ, ഒന്നുമില്ല, ഒന്നും കോമൺ ആയിട്ട് വന്നിട്ടില്ലേ, ഒന്നും കോമൺ ആയിട്ട് വന്നിട്ടില്ല, ക്യാൻസൽ ചെയ്തില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇത് ഇവനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ 2 ഇൻറ്റു, അല്ലെ വേണ്ട 2 പുറത്ത് നിന്നോട്ടെ, 2 പുറത്തേക്കട്ടെ. ഇത് 1 വരും. 1 + α2 ഇൻറ്റു Δθ പ്ലസ് α1 ഇൻറ്റു Δθ പ്ലസ് α1 ഇൻറ്റു α2 ഇൻറ്റു Δθ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, ഇവിടെ 2 ഉണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ താഴത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 1 ഇൻറ്റു 2, ഓക്കെ, 2 വരും. പിന്നെ എന്താ വരിക? പ്ലസ് α1 + α2 ഇൻറ്റു Δθ എന്ന് വരും. 1 ഇൻറ്റു, ഓക്കെ, അടുത്തത് ഇവനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് 2 ഇൻറ്റു α ഇക്വലൻ്റ് ഇൻറ്റു Δθ പ്ലസ് അടുത്ത ടൈം എന്താ വരിക? α ഇക്വലൻ്റ് ഇൻറ്റു α1 + α2 ഇൻറ്റു Δθ സ്ക്വയർ എന്ന് വരും. Δθ സ്ക്വയർ എന്ന് വരും. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ കാണുന്നതാണ് ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ, പോയിൻ്റ് ഇട്ടിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ആൽഫ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചെറുതായി പോകും അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ α1 ഇൻറ്റു α2 എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി നമ്മൾ വളരെ ചെറിയ രണ്ട് നമ്പറുകൾ പ്രോഡക്റ്റ് എടുത്തതിന് തുല്യമായില്ലേ. അപ്പോൾ അത് തീരെ ചെറിയ ക്വാണ്ടിറ്റി ആയി മാറും. അതുകൊണ്ട് ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നെ ആൽഫ ഈക്വലൻറ്റും 1 കുറഞ്ഞൊരു നമ്പർ ആയിരിക്കും. പിന്നെ α1 + α2 ആഡ് ചെയ്യുമ്പോഴും 1 കുറഞ്ഞൊരു നമ്പർ ആയിരിക്കും കിട്ടുക. ഇവരുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വീണ്ടും ഒരുപാട് ചെറുതായി പോകും. അപ്പോൾ ഈ ടൈമിനെയും ഞാൻ നെഗ്ലക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ആൽഫകളുടെ പ്രോഡക്റ്റ് പോലെ വന്നേക്കുന്ന രണ്ട് ടൈമിനെയും ഞാൻ നെഗ്ലക്റ്റ് ചെയ്ത് കളയുവാണ്. റിമൈനിങ് ആയിട്ട് ഇവിടെ എന്താ വരിക നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഉള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് 2 ഇൻറ്റു 1 പ്ലസ്, ഓക്കെ, ഇവിടെ നമുക്ക് ആരെ കോമൺ ആയിട്ട് എടുക്കാൻ നോക്കിക്കേ? α1 + α2 ഇൻറ്റു Δθ എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ, 1 + α1 + α2 ഇൻറ്റു Δθ എന്ന് എഴുതാം. ഈ വശത്തേക്ക് വരുവാണെങ്കിൽ ആരാണെന്ന് നോക്കിക്കേ? ഇവിടെ വരുവാണെങ്കിൽ 2 + α1 + α2 ഇൻറ്റു Δθ
പ്ലസ് 2 ഇൻറ്റു ആൽഫ ഈക്വലൻറ്റ് ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 2 പ്ലസ് 2 ഇൻറ്റു ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു 2 പ്ലസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ പ്ലസ് 2 ഇൻറ്റു ആൽഫ ഈക്വലൻറ്റ് ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് വരും. ഓക്കെ, എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. ഇപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ കിട്ടി. ഈ 2ഉം ഈ 2 കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ശരിയല്ലേ? പിന്നെ ഇവിടെ 2 ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റയും ഇവിടെ ഒരു ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റയുണ്ട്. ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒരെണ്ണം ക്യാൻസലായി പോകില്ലേ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരായി? ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് മാത്രമായി മാറി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരാ ഉള്ളതെന്ന് പറഞ്ഞേ? 2 ഇൻറ്റു ആൽഫ ഈക്വലൻറ്റ് ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്നെഴുതാം. ഡെൽറ്റ തീറ്റ ക്യാൻസലായി പോയി. സോ ആൽഫ ഈക്വലൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ ഈക്വലൻറ്റ് ഈസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 ഡിവൈഡ് ബൈ 2 എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ ഈക്വലൻറ്റിൻ്റെ വാല്യൂ ആൽഫ ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 ബൈ 2 എന്ന് വരും. അപ്പോൾ നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന കേസിലും അതുപോലെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കേസിലും എന്താണ് നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കിട്ടിയത് ആൽഫ 1 പ്ലസ് ആൽഫ 2 ബൈ 2 തന്നെയാണ് കിട്ടിയത് അല്ലേ? സോ രണ്ടിൻ്റെയും ആൻസർ ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ 2 ആണ്. ആൽഫ 1 പ്ലസ് ആൽഫ 2 ബൈ 2 ആൻഡ് ആൽഫ 1 പ്ലസ് ആൽഫ 2 ബൈ 2. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ചെയ്യാനുള്ള ക്വസ്റ്റൻ ആയിരുന്നു. നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുവാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 49ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. An artillery piece of mass M1 fires a shell of mass M2 horizontally. Instantaneously after the firing, the ratio of kinetic energy of the artillery and the shell. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ റോക്കറ്റ് ലോഞ്ചറൊക്കെ പോലെ ഇരിക്കുന്ന ക്യാനോൺ പോലത്തെ ഒരു സംഭവം, അതിനകത്തുനിന്ന് പുറത്തേക്കൊരു ഷെല്ല് തെറിച്ച് പോയി. ഇവൻ്റെ ഈ ആർട്ടിലറിയുടെ മാസ് M1 ആണ്, മറ്റേ ഷെല്ലിൻ്റെ മാസ് M2 ആണ്. ഈ ഷെല്ല് തെറിച്ച് പോയിരിക്കുന്നത് ഹൊറിസോണ്ടലായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ എമിറ്റിംഗ് ഷെൽ രണ്ടുപേരുടെയും കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ആർട്ടിലറിക്കകത്തുനിന്ന് ഷെല്ല് പുറത്തേക്ക് തെറിച്ച് പോകുമ്പം ആർട്ടിലറി ബാക്കിലേക്ക് റീകോൾ ചെയ്യണം. അപ്പോൾ രണ്ടുപേർക്കും കൈനറ്റിക് എനർജി ഉണ്ടാവും. രണ്ടുപേരുടെയും കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് അപ്ലൈ ചെയ്യാം? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അപ്ലൈ ചെയ്യാം. ഓക്കെ, ബൈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം total momentum of artillery should be equal to total momentum of the ഷെൽ. കാരണം ഇനീഷ്യലി ടോട്ടൽ മൊമെൻറ്റം 0 ആണ്. അപ്പോൾ ഫൈനലിയും ടോട്ടൽ മൊമെൻറ്റം 0 ആണ്. അപ്പം ഈ ഗണ്ണിൻ്റെ സ്ഥാനത്താണ് ആർട്ടിലറി. അപ്പോൾ ആർട്ടിലറിക്ക് എന്ത് മൊമെൻറ്റമാണോ ഉള്ളത് അതിനോട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റമാണ് ഷെല്ലിന് വരേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ആർട്ടിലറിയുടെ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് P1 ആണെങ്കിൽ ഷെല്ലിൻ്റെയും മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് P2 ആണെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആയേ പറ്റുള്ളൂ. ആ ഐഡിയ കിട്ടിയല്ലോ? യെസ്. ഇനി അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് ഷെൽ. K1 എന്ന് എടുക്കുവാണ്. മൊമെൻറ്റം അറിയാമെങ്കിൽ P²/2m എന്നെഴുതാമല്ലോ. സോ P1²/2m1 എന്നെഴുതാം. അതുപോലെ കൈനറ്റിക് എനർജി ഓഫ് ഷെൽ എന്ന് പറയുന്നത് P2² / 2 × m2 എന്നെഴുതാം. നമ്മളോട് ചോദിച്ചേക്കുന്നത് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ആണല്ലേ. ദാറ്റ് ഈസ് K1/K2 എന്ന് വരും. K1/K2 എടുത്തു കഴിഞ്ഞാൽ എന്നാ വരും നോക്കി? P1² / 2 × m1 ഡിവൈഡഡ് ബൈ P2² / 2 × m2. ആര് ക്യാൻസലായി? P1 ഉം P2 സെയിം ആണെന്നറിയാലോ. അപ്പോൾ അത് ക്യാൻസലായി. 2ഉം 2ഉം ക്യാൻസലായല്ലോ. സോ ആൻസർ എത്രയാണ് വരിക? M2 / m1 എന്ന് വരും. M2 / m1. സോ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് 50ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. When a metal surface is illuminated by a light of wavelength lambda, stopping potential is 8 volt. അപ്പോൾ നമ്മളോട് പറയുവാണ് ഒരു മെറ്റൽ സർഫസ്, ആ മെറ്റൽ സർഫസിലേക്ക് നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഇലുമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്ന ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നു. അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 8 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? hc/λ ഇതാണ് ഇൻസിഡൻറ്റ് എനർജി, വിച്ച് ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ. നമുക്ക് എങ്ങനെ എഴുതാം? hc/λ0. λ0 ആണ് ഇവിടുത്തെ ത്രഷോൾഡ് വേവ് ലെന്ത്. ഓക്കെ, പ്ലസ് നമ്മുടെ എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി മാക്സിമം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക E × V0 എന്നാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 8 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? E × 8 എന്ന് എഴുതാം, അല്ലെങ്കിൽ 8E എന്ന് എഴുതാം. സോ 8E എന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ 1 എന്ന് പറയാം. അടുത്ത കേസിൽ നമ്മുടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെന്ത് 3 λ ആയി.
വേവ് ലെന്ത് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓക്കെ ഫ്രീക്വൻസി കുറഞ്ഞു എന്നാണ് അല്ലേ. ഓക്കെ, എന്താണെങ്കിലും ഇപ്പോഴും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടന്നിട്ടുണ്ട്, കാരണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്, അത് 2 വോൾട്ട് ആണ്. സോ നമ്മുടെ എക്സ്പ്രഷൻ hc/3 ലാംഡ ഇസ് ഈക്വൽ ടു hc/λ0 പ്ലസ് എന്ത് വരും 2e എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ത്രഷോൾഡ് വേവ് ലെന്തായ λ0 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. നമുക്ക് ഇതിനകത്ത് നിന്ന് ആൻസർ നോക്കി അറിയാം, ആൻസറിനകത്ത് ഇ ഇല്ല. അപ്പോൾ ഇ കളയണം. ഇ കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ രണ്ടാമത്തെ ഇക്വേഷനെ നിങ്ങൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇക്വേഷൻ നമ്പർ 2നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഇക്വേഷൻ 1 കുറയ്ക്കുക. ഇക്വേഷൻ 2നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, 4 × hc/3 ലാംഡ. 4 × hc/3 ലാംഡ ഈസ് ഈക്വൽ ടു 4 hc/λ0 പ്ലസ് 8e എന്ന് വരും, മൈനസ് ഇക്വേഷൻ 1 എഴുതുക. ഇക്വേഷൻ 1 എന്താണ്, hc/λ ഈസ് ഈക്വൽ ടു hc/λ0 പ്ലസ് 8e അല്ലേ. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്താൽ എന്താ വരിക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോമൺ ആയിട്ട് hc/λ എടുക്കുവാണെങ്കിൽ 4/3 മൈനസ് 1 എന്ന് വരും അല്ലേ. ഓക്കെ, ഇവിടെ വരുവാണെങ്കിൽ എത്ര വരിക, 4 hc/λ0യിൽ നിന്ന് hc/λ0 പോയാൽ 3 hc/λ0 എന്ന് വരും. ഈ ടൈം ക്യാൻസലായി പോകും. രണ്ട് വശത്തുനിന്ന് നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം, hc ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഇതിപ്പോൾ എത്രയാണ് വരിക നോക്കിയേ, 1/3 ലാംഡ ഇസ് ഈക്വൽ ടു 3/λ0 എന്ന് വരും. ഓക്കെ അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, λ0 ഇസ് ഈക്വൽ ടു 9 ലാംഡ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ത്രഷോൾഡ് വേവ് ലെന്ത് എന്ന് പറയുന്നത് 9 ലാംഡ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ത്രഷോൾഡ് വേവ് ലെന്ത്. അപ്പോൾ 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വന്നേക്കുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് സെക്ഷൻ ബി ആണല്ലേ, അതായത് ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ആൻ ഇലക്ട്രോൺ മൂവ്സ് ത്രൂ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു B0 I cap പ്ലസ് 2 B0 J cap. അപ്പോൾ ഒരു ഇലക്ട്രോൺ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്നു, കമ്പോണൻറ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്. അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ്, ഒരു സമയത്ത് നോക്കിയപ്പം ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി 3 I cap പ്ലസ് 5 J cap ആണ്. ഇഫ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺ ഈസ്, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ F ഈസ് ഈക്വൽ ടു 5e K cap ന്യൂട്ടൺ എന്നാണ് തന്നിരിക്കുന്നത്. K cap ആണ്. വെയർ ഈസ് ദി ചാർജ് ഓഫ് ഇലക്ട്രോൺ, ദെൻ വാല്യൂ ഓഫ് B0 ഈസ്. B0 കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ B0 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. ഫോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, ഫോഴ്സ് F ഈസ് ഈക്വൽ ടു Q × V ക്രോസ് B. ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല എന്ന് പറയാം. ഫോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഫോഴ്സിൻ്റെ വാല്യൂ നോക്കിക്കേ, 5e K cap. ഇതാണ് ഫോഴ്സിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത്, 5e K cap. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ചാർജ് ഇലക്ട്രോൺ ആണ്, അപ്പം -e എന്ന് വരും അല്ലേ. V ക്രോസ് B, വിയുടെ സ്ഥാനത്ത് 3 I cap പ്ലസ് 5 J cap. ഇനി ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം അല്ലേ. ക്രോസ് ബി, ബി എന്ന് പറഞ്ഞാൽ എത്ര, B0 I cap പ്ലസ് 2 B0 J cap എന്ന് വരും, ശരിയല്ലേ. ഇനി നമുക്കിവരുടെ ക്രോസ് പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. രണ്ട് സൈഡിൽ നിന്ന് ഞാൻ ഈ അങ്ങ് ആദ്യമേ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കേട്ടോ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിമൈനിങ് ആയിട്ട് എന്തുണ്ട്, 5 K cap ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ്. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം ഇവന്മാർ രണ്ടുപേരുടെയും കൂടി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. I ക്രോസ് I 0 ആണ്, അപ്പോൾ അത് പോയി. I ക്രോസ് I 0 ആണ്, അത് പോയി. ഇനി അടുത്തത് I ക്രോസ് J, അത് നമുക്കറിയാം. അപ്പോൾ 3 × 2, അപ്പോൾ 6 B0 ഇൻറ്റു I ക്രോസ് J എന്ന് പറഞ്ഞാൽ K cap ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് 5 J cap. J capും I capും കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമുക്കറിയാം. അപ്പോൾ അത് നോക്കിയേ, പ്ലസ് 5 × B0 ഇൻറ്റു J ക്രോസ് I എന്ന് പറഞ്ഞാൽ -K cap ആണ്. പിന്നെ അടുത്തത് ജെയും ജെയുടെ എടുത്തു കഴിഞ്ഞാൽ 0 ആയി പോകും അല്ലേ. ജെയും ജെയുടെ എടുത്താൽ 0 ആയി പോകും. നോക്കുക, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആരാ ഉള്ളത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 5 K cap ഇസ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുവാണെങ്കിൽ മൈനസ് ഓഫ് എന്തുണ്ട്, 6 B0 K cap മൈനസ് 5 B0 K cap എന്ന് പറഞ്ഞാൽ B0 K cap എന്ന് വരും അല്ലേ. B0 K cap എന്ന് വരും. ഓക്കെ, സോ നമുക്ക് B0 K cap ക്യാൻസൽ കളയാം. അപ്പോൾ B0 എന്ന് പറഞ്ഞാൽ 5 എന്ന് വരും അല്ലേ. B0 എന്ന് പറഞ്ഞാൽ -5 ഉണ്ട്, നമുക്ക് ഇൻറ്റിജർ ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പം മൈനസ് വേണ്ട, B0 ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതിയാൽ മതി കേട്ടോ. B0 ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ ഫോഴ്സിനകത്ത് ഓൾറെഡി ഒരു മൈനസ് കൂടി ഇടുവാണെങ്കിൽ നമുക്കത് അങ്ങ് അവോയ്ഡ് ചെയ്യാം. പിന്നെ ക്വസ്റ്റിനകത്ത് അത് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെയാണ് ചെയ്താൽ കിട്ടുക. ഓക്കെ, B0 ഇൻറ്റു B0 ഇസിക്കൽ -5 ഓർ B0യുടെ വാല്യൂ 5 എന്ന് എഴുതാം. ഓക്കെ, B0 ഇസിക്കൽ ടു 5. അപ്പോൾ 51ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക 5 എന്നാണ്. 52ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് പ്ലേറ്റ് സെപ്പറേഷൻ 5 mm ഈസ് ചാർജ്ഡ് അപ് ടു എ ബാറ്ററി.
ചാർജ്ഡ് ബൈ എ ബാറ്ററി. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. വെറുതെ നമ്മൾ പറയുക അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 മില്ലിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ചാർജ് Q എന്ന് പറയുന്നത് C ഇൻറ്റു V ആണ്. സോ Q ക്യാൻ ബി റിട്ടൺ ആസ് C എന്ന് പറഞ്ഞാൽ ε0 A ബൈ D എന്നാണ് വരിക അല്ലേ, ഇൻറ്റു V എന്ന് എഴുതാം. ഇതാണ് Qൻ്റെ വാല്യൂ. സോ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമ്മളോട് പറയുക, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഓൺ ഇൻട്രൊഡ്യൂസിങ് എ ഡൈഇലക്ട്രിക് ഷീറ്റ് ഓഫ് തിക്നെസ് 2 millimeter while keeping the battery connections intact, the capacitor draws 25% more charge from the battery than before. ഇത്തവണ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയ്ക്ക് വെച്ചു. കപ്പാസിറ്റർ പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം ശരിക്കും 5 മില്ലിമീറ്റർ ഉണ്ട്. നമ്മൾ വെച്ചിരിക്കുന്ന ഡൈഇലക്ട്രിക് സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 2 മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പോൾ പാർഷ്യലി ഇൻസേർട്ട് ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കപ്പാസിറ്റൻസ് കൂടും. കപ്പാസിറ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അപ്പോൾ കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യും, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്റ്റിൽ ആ ബാറ്ററി അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ ചാർജ് എന്ന് പറയുന്നത്, പുതിയ ചാർജിനെ നമുക്ക് Q ഡാഷ് എന്ന് എഴുതാം. Q ഡാഷ് ഇസിക്കലു C ഡാഷ് ഇൻറ്റു V എന്ന് എഴുതാം. Vക്ക് മാറ്റമില്ല. ഇനി Q ഡാഷ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ചാർജിനേക്കാളും 25% ചാർജ് കൂടുതലാണെന്ന് പറയാം. അപ്പോൾ Qൻ്റെ 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ഓഫ് Q അല്ലേ. Qൻ്റെ 50% 1/2 ഓഫ് Q എന്ന് പറയാം അല്ലേ. അപ്പം Q പ്ലസ് Q/4 ഇത്രയുമാണ് പുതിയ ചാർജ്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ C ഡാഷ് എന്ന് പറഞ്ഞാൽ പാർഷ്യലായിട്ട് ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്താൽ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല ε0 A ബൈ D മൈനസ് T പ്ലസ് T/K. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരിക, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ε0 A ഡിവൈഡ് ബൈ D മൈനസ് T പ്ലസ് T/K ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ, ഇൻറ്റു V എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിപ്പോൾ എന്താ വരിക? 5Q/4 എന്ന് വരും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ε0 A ഡിവൈഡ് ബൈ D മൈനസ് T പ്ലസ് T/K ഇൻറ്റു V എന്ന് വരും. നമുക്കിതിനകത്തേക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുമ്പ് ആദ്യം നമുക്ക് Qൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അതും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. Qൻ്റെ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എത്രയാണ്? 5/4 ഇൻറ്റു Qൻ്റെ വാല്യൂ ആയിട്ട് ε0 A ബൈ D ഇൻറ്റു V, വിച്ച് ഈസ് ഈക്വൽ ടു ε0 A ബൈ D മൈനസ് T പ്ലസ് T/K ഇൻറ്റു V എന്ന് വരും. അപ്പോൾ നമുക്ക് രണ്ട് വശത്തു നിന്നും V ക്യാൻസൽ ചെയ്യാം, ε0 Aയും ക്യാൻസൽ ചെയ്യാം, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ ഫൈനലി കിട്ടുകയെന്ന് വെച്ചാൽ 5/4 ഇൻറ്റു 1/D എന്ന് പറഞ്ഞാൽ എത്രയാണ്? D 5 മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എടുത്തണ്ട, വേറെ ഒന്നിനും യൂണിറ്റ് ഇല്ലല്ലോ, അപ്പോൾ ഇത് മില്ലിമീറ്റർ തന്നെ കിടന്നോട്ടെ. 5 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 1/5 മൈനസ് 2. ഓക്കെ, 5 മൈനസ് 2 പ്ലസ് 2/K എന്ന് വരും അല്ലേ. ഓക്കെ, 2/K എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് ഒരു 5ഉം ഇവിടുന്ന് ഒരു 5ഉം ക്യാൻസൽ ആയിപ്പോയി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് 2/K എന്ന് വരും, ശരിയല്ലേ? യെസ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വരിക 3 പ്ലസ് 2/K ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, ഇവൻ അപ്പുറത്തേക്ക് പോവുക, അപ്പോൾ 2/K ഈസ് ഈക്വൽ ടു 1 എന്ന് വരും, ഓർ K ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, Kയുടെ വാല്യൂ എത്രയാണ്? Kയുടെ വാല്യൂ 2 എന്ന് വരും. ചോദിച്ചിരിക്കുന്നത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്ര എന്നാണ്. സോ Kയുടെ വാല്യൂ എത്രയാണ്? Kയുടെ വാല്യൂ 2 എന്നാണ് നമുക്ക് വരിക. K ഈസ് ഈക്വൽ ടു 2. ക്ലിയർ ആണല്ലോ? 53ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 53. ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദി ഫോളോയിങ് നെറ്റ്വർക്ക് ഈസ്. ഈ താഴെ തന്നേക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫിഗർ കാണുമ്പോഴേ നമുക്കറിയാം ഈ പോയിന്റും കൂടെ ഇവിടെ ഈ ഒരു വയർ ഉപയോഗിച്ച് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പാത്തിൽ കൂടി കറണ്ട് ഉണ്ടാകില്ല, അപ്പോൾ ആ റെസിസ്റ്റൻസിന് സർക്യൂട്ടിൽ റോളില്ല. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്കൊന്ന് വരയ്ക്കാം. ബാക്കി വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണക്ഷനുണ്ട്, പിന്നെ ഇവിടെ ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട് അല്ലേ, 2 ഓം റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്, ശരിയല്ലേ? ഇവനെയും വരച്ചു. പിന്നെ ഇങ്ങോട്ട് വരുമ്പം വീണ്ടും ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്. റിമൈനിങ് ആയിട്ട് ഇവിടെ ഒരു 3 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെയും ഒരു 3 ഓം റെസിസ്റ്റർ ഉണ്ട്. ഈ പോയിൻ്റാണ് എ, ഈ പോയിൻ്റാണ് ബി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇനി നോക്കുക, ഈ ഒരു 2 ഓമും ഈ 2 ഓമും പാരലൽ കോമ്പിനേഷൻ അല്ലേ, പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് 1 ഓം എന്ന് വരും. സോ ഞാൻ അവന്മാർക്ക് രണ്ടുപേർ കൂടെ പകരമായിട്ട് ഒരു 1 ഓം കൊടുക്കുവാണ്, ഇവനെ കൂടെ ചേർത്ത് ഒരു 1 ഓം എടുക്കുവാണ്. പിന്നെ ഇങ്ങോട്ടൊരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്, ശരിയല്ലേ? ഇങ്ങോട്ടൊരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് 2 അല്ലല്ലോ, ഇവിടെ ഇവർ രണ്ടുകൂടെ ഇത് 1 ഓം ആയി, പിന്നെ ഇത് 2 ഓം ഉണ്ട്,
ഇതെത്രയാ 3 ഓം റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇതെത്ര 3 ഓം റെസിസ്റ്റർ ഉണ്ട്. ഇതാണ് നമ്മുടെ പോയിൻ്റായ എയും ബിയും. എക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു റെസിസ്റ്ററും എന്ത് കോമ്പിനേഷനായി? സീരീസ് കോമ്പിനേഷനായി അല്ലേ? അപ്പോൾ അവരുടെ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പം എഫക്റ്റീവ് 3 വരും. അപ്പോൾ നമുക്കത് കമ്പൈൻ ചെയ്ത് ഒരു 3 ഓം റെസിസ്റ്റർ, ഇവന്മാർ രണ്ടും കൂടെ ചേർന്ന് ഒരു 3 ഓം റെസിസ്റ്റർ കൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് ആരുണ്ട്? പഴയ 3 ഓം റെസിസ്റ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ആരുണ്ട്? ആ 3 ഓം റെസിസ്റ്റർ ഉണ്ട്. പിന്നെ ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി. ഓക്കെ, ഈ 3 ഓമും എന്ത് കോമ്പിനേഷനാ? പാരലൽ കോമ്പിനേഷൻ അല്ലേ? അപ്പം 1/3 + 1/3 + 1/3. അപ്പോൾ എഫക്റ്റീവ് എത്രയാണ് വരിക? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ഓം വരും. ക്വസ്റ്റ്യൻ നമ്പർ 53, ആൻസർ 1 എന്നാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് 54ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. എ സോളിഡ് സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് 50 കിലോഗ്രാം റോൾസ് along a horizontal floor so that its center of mass has a speed 0.4 meter/second. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഒരു ഡിസ്ക് ഉണ്ട്. ഇതാണ് ഡിസ്ക്. ഈ ഡിസ്ക് എന്ത് ചെയ്യുമെന്നാ പറയുക? റോൾ ചെയ്യാമെന്നാ പറയുക. പ്യുവർ റോളിംഗ് ആണ് അല്ലേ? സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് 50 കിലോഗ്രാം. ഡിസ്കിൻ്റെ മാസ് തന്നിട്ടുണ്ട് 50 കിലോഗ്രാം ആണ് ഡിസ്കിൻ്റെ മാസ്. along a horizontal floor so that its center of mass has a speed 0.4 meter/second. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0.4 meter/second ആണ് എന്ന് പറയുന്നുണ്ട്. ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വർക്ക് ഡൺ ഓൺ ദി ഡിസ്ക് ടു സ്റ്റോപ്പ് ഇറ്റ് ഈസ്. ഈ ഡിസ്കിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യണം? അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. നിങ്ങൾക്കറിയാം, വർക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഫോർമുല വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് അല്ലേ? ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി മീൻസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി വരും. സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയുമ്പം എന്താണ്? ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിപ്പോയി. സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി 0 ആയിപ്പോയി. അപ്പം മൈനസ് ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് വരും. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് വരും. നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മതി. അപ്പോൾ എന്ത് വേണം? ഇനീഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പോൾ ഇവ റോൾ ചെയ്യുവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് റോളിംഗ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ മോഷൻ എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ½ mv സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ. ഇതെന്താണ്? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. ഇനി നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എടുക്കുകയാണെങ്കിൽ ½ I⍵² ആണല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ½ ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ½ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ m × v സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ പ്ലസ് അടുത്തെന്താണ്? v സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ പ്ലസ് I. ഒരു ഡിസ്കിനെ സംബന്ധിച്ച് ഇത് ഈ പോയിന്റിന് എബൌട്ട് ആയിട്ടല്ലേ ഇപ്പോൾ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല എല്ലാവരും ബൈഹാർട്ട് ചെയ്യുന്നതാണ്. mr²/2 എന്ന് വരും. ഇനി ഒമേഗ, ഈ ഡിസ്ക് ഇങ്ങനെ റോൾ ചെയ്യുന്ന കേസിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ v സെൻറ്റർ ഓഫ് മാസ് ബൈ r ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ v സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ ഡിവൈഡ് ബൈ r² എന്ന് വരും. അപ്പോൾ r² ക്യാൻസൽ ആയി പോയി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 കോമൺ ആയിട്ട് പുറത്തുണ്ട്. പിന്നെ ഞാൻ ആ ഒരു എമ്മും കൂടി കോമൺ ആയിട്ട് പുറത്തെടുത്തു. രണ്ട് വശത്തും എം ഉണ്ട്, കോമൺ ആയിട്ട് പുറത്തെടുത്തു. റിമൈനിങ് ആയിട്ട് ഇവിടെ ഒരു 1 ഉണ്ട്. v സെൻറ്റർ ഓഫ് മാസ് കൂടെ പുറത്തെടുക്കുക അല്ലേ? ഓക്കെ, v സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ പുറത്തെടുത്തു. ഓക്കെ, അപ്പം ഹാഫ് ഉണ്ട്, ഹാഫ് ഓൾറെഡി ഉണ്ടായിരുന്നു അല്ലേ? ഹാഫ് ഓൾറെഡി പുറത്തുണ്ടായിരുന്നു. പിന്നെ m × സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ പുറത്തെടുത്തു. ദാറ്റ് ഈസ് 1 പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു 1/2 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 എന്ന് വരും അല്ലേ? സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/2 × m × v സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ × 3/2 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ 3/4 × m × v സെൻറ്റർ ഓഫ് മാസ് സ്ക്വയർ എന്ന് വരും. നമുക്ക് നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി കിട്ടും. 3/4 മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? ഡിസ്കിൻ്റെ മാസ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 50 കിലോഗ്രാം ആണ് അല്ലേ? ഡിസ്കിൻ്റെ മാസ് 50 കിലോഗ്രാം ആണ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി 0.4 ആണ് അല്ലേ? 0.4നെ സ്ക്വയർ ചെയ്താൽ 16 × 10⁻² എന്ന് എഴുതാം. ശരിയല്ലേ? 16 × 10⁻². ഇത് നമുക്ക് ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ നോക്കി? ഉമ്മാർ രണ്ടുകൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് 4 വരും. ഓക്കെ, പിന്നെ 3 നോക്കുക, 4 × 50 എന്ന് പറഞ്ഞാൽ 200 വരില്ലേ? 200 എന്ന് വരും. × 10⁻² എന്ന് വരും. ഉമ്മാർ രണ്ടുകൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇത് 6 ജൂൾ എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 6 ജൂൾ ആണ്. നമ്മളോട് ചോദിച്ചത് വർക്ക് ഡൺ ആണ് അല്ലേ? അപ്പോൾ എന്താ കിട്ടിയത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. സോ -6 ജൂൾ എന്ന് വരും. പക്ഷേ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആൻസർ എന്ന് എഴുതാം 6 ജൂൾ എന്ന് എഴുതാം. സോ എത്രാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത് നോക്കിക്കേ? 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരിക 6 ജൂൾ എന്നാണ്. ഓക്കെ,
ആറാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 55ാമത്തെ ക്വസ്റ്റ്യൻ, 55ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബോഡി സ്റ്റാർട്ട്സ് ഫോളിംഗ് ഫ്രീലി ഫ്രം എ ഹൈറ്റ് എച്ച്, ഹിറ്റ്സ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇൻ ഇറ്റ്സ് പാത്ത് അറ്റ് എ ഹൈറ്റ് എച്ച്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇമ്പാക്ട്, the direction of velocity of the body becomes horizontal. The value of h by small letter h for which the body will take maximum time to reach the ground is. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അതായത് ഒരു ബോഡി, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഒരു ബോഡി കുറച്ച് ഹൈറ്റിൽ നിന്ന്, എത്ര ഹൈറ്റിൽ നിന്നാണ് താഴത്തേക്ക് പോകുന്നത്? ബോഡി സ്റ്റാർട്ട്സ് ഫോളിംഗ് ഫ്രം ഹൈറ്റ് ക്യാപിറ്റൽ എച്ച്, ഹിറ്റ്സ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇൻ ഇറ്റ്സ് പാത്ത് അറ്റ് എ ഹൈറ്റ് സ്മോൾ ലെറ്റർ എച്ച് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇവൻ്റെ ഫോൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എച്ച് ഹൈറ്റിൽ നിന്നാണ് വരിക. ഇതാണ് ഗ്രൗണ്ട്, എച്ച് ഹൈറ്റ്, മുകളിൽ നിന്ന് അവൻ ഫോൾ ചെയ്യുവാണ് എന്നാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഫോൾ ചെയ്യുക, ടോട്ടൽ ഹൈറ്റ് ആണ് എച്ച് എന്ന് പറയും. അപ്പോൾ ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫോൾ ചെയ്യാണ്. വരുന്ന വഴിക്ക് ഓക്കെ എച്ച് ഹൈറ്റിൽ വെച്ച്, അതായത് ഈ ഒരു ഹൈറ്റ് എച്ച് ആണ്, ഈ ഒരു ഹൈറ്റ് എച്ച് ആണ്, എച്ച് ഹൈറ്റിൽ വെച്ച് അവനൊരു ഇൻക്ലൈൻഡ് പ്ലെയിനുമായിട്ട് കൊളൈഡ് ചെയ്തു എന്നാ പറയാം. ആസ് എ റിസൾട്ട് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇമ്പാക്റ്റ്. അപ്പോൾ ഈ കൊളീഷൻ എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, അപ്പോൾ കൈനറ്റിക് എനർജിക്ക് മാറ്റം ഉണ്ടാകില്ല. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ദി ബോഡി ബിക്കംസ് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇവിടെ വെച്ച് ഇടിച്ചു, ഇങ്ങനെ ഇടിച്ചതിന് ശേഷം ഇവൻ്റെ വെലോസിറ്റി എന്തായി മാറി? ഹൊറിസോണ്ടലായി മാറി. അങ്ങനെ ഹൊറിസോണ്ടലായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതെന്ത് പ്രൊജക്റ്റിലാണ്? ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിൽ പോലെ ഗ്രൗണ്ടിൽ വന്ന് വീഴും. ഓക്കെ, ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിൽ പോലെ ഗ്രൗണ്ടിൽ വന്ന് വീഴും. അപ്പോൾ നോക്കുക, ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ദി ബോഡി ബിക്കംസ് ഹൊറിസോണ്ടൽ, വാല്യൂ ഓഫ് ക്യാപിറ്റൽ എച്ച് ബൈ എച്ച്. അപ്പം ഈ മൊത്തം ദൂരമാണ് ക്യാപിറ്റൽ എച്ച്. അപ്പോൾ ഈ ദൂരം എത്രയാണ് എന്ന് ചോദിച്ചാൽ എച്ച് മൈനസ് എച്ച് എന്ന് പറയാം അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എച്ച് ബൈ എച്ച് എത്രയായിരിക്കും? എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ബോള് ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ ഇടിച്ച് താഴെ പോകാനായിട്ടുള്ള സമയം മാക്സിമം വരിക. അപ്പോൾ ഈ ടൈം മാക്സിമം വരണമെങ്കിൽ എന്തായിരിക്കണം? ക്യാപിറ്റൽ എച്ച് ബൈ സ്മോൾ ലെറ്റർ എച്ച്, അതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആലോചിക്കാം, ഇവൻ ഇവിടുന്ന് ഇവിടം വരെ വരിക, അത് ഫ്രീലി ഫോളിംഗ് ബോഡിയാണ് അല്ലേ. ഓക്കെ, ഫ്രീലി ഫോളിംഗ് ബോഡി എച്ച് മൈനസ് എച്ച് ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കുന്ന കാര്യമാണ് അല്ലേ. എച്ച് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് പിള്ളേരെ? ഹാഫ് ജി ടി സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ അതിനകത്ത് നിന്ന് ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഡിവൈഡ് ബൈ ജി എന്നെടുക്കാം. അപ്പോൾ ഇതാണ് ഇവിടുന്ന് ഇവിടെ വരെ വരാനുള്ള സമയം. നമുക്ക് ആ ടൈമിനെ T1 എന്ന് വിളിക്കാം. ഇനി അതിനുശേഷം ഇതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിലാണ് അല്ലേ, ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിലാണ്. ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിലിൻ്റെ ടൈമിൻ്റെ കേസിലും ഫോർമുല എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു ആ ഒരു ഹൈറ്റ് എച്ച് ഡിവൈഡ് ബൈ ജി ആണ് വരിക. അപ്പോൾ ടോട്ടൽ താഴെ എത്താനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു T1 പ്ലസ് T2 എന്ന് എഴുതാം. ശരിയല്ലേ? സോ ടി ക്യാൻ ബി റിട്ടൺ ആസ് T1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഡിവൈഡ് ബൈ ജി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു എച്ച് ബൈ ജി എന്ന് വരും. ഇതാണ് ടോട്ടൽ ടൈം. ഈ ടൈം മാക്സിമം ആകണമെങ്കിൽ എന്തായിരിക്കണം? ക്യാപിറ്റൽ എച്ച് ബൈ സ്മോൾ ലെറ്റർ എച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ക്യാപിറ്റൽ എച്ചിൻ്റെ വാല്യൂ അല്ല മാറണ്ട അല്ലേ, എച്ചിൻ്റെ വാല്യൂ വേരി ചെയ്യേണ്ടത്. ക്യാപിറ്റൽ എച്ച് ഫിക്സഡ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് എച്ചിൻ്റെ വാല്യൂ ആണ് വേരി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഐഡിയ പറഞ്ഞു തരട്ടെ. ഇത് ടൈമും, ഈ ടൈം ആരുടെ ഫംഗ്ഷനാണെന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ എച്ചിൻ്റെ ഫംഗ്ഷനാണ്. അപ്പം ഈ ക്യാപിറ്റൽ ടി മാക്സിമം ആയി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ. മാക്സിമത്തിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം, ഡെറിവേറ്റീവ് 0 ആണ്. ദാറ്റ് ഈസ് ഡി ടി ബൈ ഡി എച്ച്. ആരാണ് ഇവിടുത്തെ വേരിയബിൾ? എച്ച് ആണ്. അപ്പോൾ എച്ചിനനുസരിച്ച് ടിയുടെ ഡെറിവേറ്റീവ് എടുത്താൽ ഉറപ്പായിട്ട് 0 ആയിരിക്കും ഫോർ മാക്സിമം കണ്ടീഷൻ, മാക്സിമം ടൈം ആണെങ്കിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഡെറിവേറ്റീവ് 0 ആണല്ലോ. ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നോക്കുക, ആര് കോൺസ്റ്റൻ്റ് ആണ്? 2/g. അപ്പോൾ റൂട്ട് ഓഫ് 2/g കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. പിന്നെ ഉള്ളത് എച്ച് റൈസ് ടു 1/2. എച്ച് റൈസ് ടു 1/2ൻ്റെ എടുത്തു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു എച്ച് മൈനസ് എച്ച് അല്ലേ. എച്ച് മൈനസ് എച്ച് റൈസ് ടു 1/2. അപ്പോൾ 1/2 ഇൻറ്റു എച്ച് മൈനസ് എച്ച് റൈസ് ടു 1/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 എന്ന് വരും അല്ലേ. ഇനി അതിൻ്റെ ശേഷം എന്താണ്? ഇവിടെ ഇവൻ്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? ഒരു -1 വരും. പ്ലസ് അടുത്ത് എന്താ വരിക? റൂട്ട് ഓഫ് 2/g ഇൻറ്റു ഇവിടെ എന്ത് വരും? 1/2 ഇൻറ്റു ഓക്കെ എച്ച് റൈസ് ടു -1/2 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ആരെയാണ് കോമൺ ആയിട്ട് കളയാൻ പറ്റുക നോക്കുക. ഇവിടുന്ന് കോമൺ ആയിട്ട് റൂട്ട് ഓഫ് ജി ബൈ അല്ലേ, റൂട്ട് ഓഫ് 2/g കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പം ഞാൻ റൂട്ട് ഓഫ് 2/g എടുത്തു, അതുപോലെ തന്നെ 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. റിമൈനിങ് ആയിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ മൈനസ് ഓഫ് 1/h മൈനസ് എച്ച് റൂട്ട് ഓഫ്, അവൻ താഴത്തേക്ക് വരുമ്പോൾ റൂട്ട് ഓഫ്, ശരിയല്ലേ? പ്ലസ് ഇവിടെ ആരാ ഉള്ളത് നോക്കിയേ, 1/√h എന്ന് വരും. ശരിയാണല്ലോ. ഇത്രയും ടൈമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടിരുന്നു, 0 ആയിപ്പോയി. റിമൈനിങ് ആയിട്ട് എന്താ വരിക?
1/√h മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു 1/√h എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു h ഈസ് ഈക്വൽ ടു h മൈനസ് എച്ച് എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 2h ഈസ് ഈക്വൽ ടു h എന്ന് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ H ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ h എന്നാണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ H ബൈ സ്മോൾ ലെറ്റർ h 2 വരുവാണ് എങ്കിൽ, അതായത് നമ്മൾ ആ ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് കറക്റ്റ് മിഡ് പോയിന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ താഴെ എത്താനുള്ള സമയം എന്താവുള്ളൂ, മാക്സിമം ആകുള്ളൂ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ അല്ല, ആൻസർ 2 ആണ് വരിക. ഓക്കെ, 56ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 വേവ്സ് ഓഫ് ഇൻറ്റൻസിറ്റി റേഷ്യോ 1:9 ക്രോസ് ഈച്ച് അതർ അറ്റ് എ പോയിന്റ്. അപ്പോൾ 2 വേവുകളുണ്ട്, അവരുടെ ഇൻറ്റൻസിറ്റി റേഷ്യോ ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഇൻറ്റൻസിറ്റി, അപ്പോൾ സപ്പോസ് IA ഒന്നാമത്തെ ആളുടെ ഇൻറ്റൻസിറ്റി I0 എന്നെടുക്കുവാണെങ്കിൽ രണ്ടാമത്തെ ആളുടെ ഇൻറ്റൻസിറ്റി എത്ര? 9I0 എന്ന് പറയാം. കാരണം റേഷ്യോ എത്രയാണ്? റേഷ്യോ 1:9. അപ്പോൾ ആ 2 വേവുകൾ ഒരേ പോയിന്റിൽ കൂടി പാസ് ചെയ്ത് പോയി എന്നാണ് പറയുക. റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റീസ് അറ്റ് എ പോയിന്റ്. റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് വെൻ വേവ്സ് ആർ ഇൻകൊഹറൻറ്റ്. ആദ്യം പറഞ്ഞേക്കുന്നത് ഇൻകൊഹറൻ്റ് ആണ്, അപ്പോൾ കൊഹറൻ്റ് അല്ല, ഇൻകൊഹറൻ്റ് ആണ്. ഇൻകൊഹറൻ്റ് ആയിട്ടുള്ള വേവുകളാണെങ്കിൽ നമുക്ക് അന്നേരം ജസ്റ്റ് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ I1 എന്നാണ് നിൽക്കുന്നത്. എന്ത് ചെയ്താൽ മതി? IA പ്ലസ് IB എടുത്താൽ മതി. ഇൻകൊഹറൻ്റ് ആണെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ദാറ്റ് ഈസ് I0 പ്ലസ് 9I0 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 10I0 എന്ന് വരും. കൊഹറൻ്റ് ആണെങ്കിലേ നമുക്ക് ഇൻ്റർഫറൻസിൻ്റെ ഐഡിയ പറയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് തന്നിരിക്കുന്നത് വേവ്സ് ആർ കൊഹറൻറ്റ്. അടുത്ത കേസിൽ വേവ്സ് ആർ കൊഹറൻറ്റ് എന്നാണ് പറയുന്നത്, കൊഹറൻ്റ് ആണ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I2 എന്ന് പറഞ്ഞാൽ അന്നേരത്തെ ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസും പറഞ്ഞിട്ടുണ്ട്, 60 ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നുണ്ട്. സോ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ IA പ്ലസ് IB പ്ലസ് എന്നാണ് 2 √IA √IB cos 60 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് IA എന്ന് പറഞ്ഞാൽ I0 ആണ്, IB എന്ന് പറഞ്ഞാൽ 9I0 ആണ്, പ്ലസ് 2 കോമൺ ആയിട്ട് എടുക്കുക അല്ലേ. IA എന്ന് പറയുന്നത് I0, IB എന്ന് പറഞ്ഞാൽ 9I0, cos 60 എന്ന് പറയുന്നത് 1/2, 2 കൂടെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 10I0 പ്ലസ് ഇവൻ്റെ റൂട്ട് എത്രയാണ്? 9I0 സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇത് 3I0 എന്ന് വരും. അപ്പോൾ I2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വന്നത്? I2 ഈസ് ഈക്വൽ ടു 13I0 എന്ന് വരും. I2 ഈസ് ഈക്വൽ ടു 13I0 എന്ന് വരും. അപ്പോൾ നമുക്ക് അവരുടെ റേഷ്യോ ആണ് ചോദ്യം അല്ലേ. അതായത് I1/I2 എന്ന് പറഞ്ഞാൽ 10I0 ഡിവൈഡഡ് ബൈ 13I0 എന്ന് വരും. I0 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ആൻസർ എന്താണ്? 10/13 എന്ന് വരും അല്ലേ. 10/13 എന്ന് വരും. പക്ഷെ അവർ തന്നേക്കുന്നത് 10/x എന്നാണ്. ദെൻ വാല്യൂ ഓഫ് എക്സ് ഈസ് 13 അല്ലേ. വാല്യൂ ഓഫ് എക്സ് ഈസ് 13. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ 56ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ അല്ല, വാല്യൂ 13. 57ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സ്മോൾ സ്ക്വയർ ലൂപ്പ് ഓഫ് വയർ ഓഫ് സൈഡ് L ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ലാർജ് സ്ക്വയർ ലൂപ്പ്. പ്രത്യേകം പറയുന്നുണ്ട് ലാർജ് സ്ക്വയർ ലൂപ്പ് എന്ന് പറയുന്നുണ്ട്. ആ ലാർജ് സ്ക്വയർ ലൂപ്പിൻ്റെ ഒരു സൈഡ് ക്യാപിറ്റൽ L ആണ്. ഈ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് മറ്റേ ചെറിയ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ സ്ക്വയറിനോട് ഈക്വലാണ്. ക്യാപിറ്റൽ L ഈസ് ഈക്വൽ ടു L സ്ക്വയർ ആണ് എന്നാണ് പറയുന്നത്. ദ ലൂപ്സ് ആർ കോപ്ലൈനർ ആൻഡ് ദെയർ സെൻറ്റേഴ്സ് കോയിൻസൈഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കാം. ഇതൊരു വലിയൊരു ലൂപ്പാണ്. ഓക്കെ, സ്ക്വയർ ലൂപ്പാണ്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്ക്വയർ ലൂപ്പ് കറക്റ്റ് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ വെച്ചിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ലാർജ് സ്ക്വയർ ലൂപ്പ്, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു ചെറിയ സ്ക്വയർ ലൂപ്പ് വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ലാർജ് സ്ക്വയർ ലൂപ്പിൻ്റെ ഒരു സൈഡാണ് ക്യാപിറ്റൽ L എന്ന് പറയുക, ഇവൻ്റെ ഒരു സൈഡാണ് സ്മോൾ ലെറ്റർ L എന്ന് പറയുക. ഓക്കെ, ഇനി ദ വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ √(x × 10⁻⁷ ഹെൻറി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഈ പുറമേയുള്ള ഇവിടെ ഈ ലൂപ്പിൽ കൂടി ഒരു I ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഔട്ട്സൈഡിലുള്ള ലൂപ്പിൽ കൂടി I ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇനി അതിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ, ഈ പുറമേയുള്ള ലൂപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ ആണ്. അകത്തുള്ള ലൂപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ L സ്ക്വയർ ആണ് അല്ലേ. സ്മോൾ ലെറ്റർ L സ്ക്വയർ ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം ഈ സ്മോൾ ലെറ്റർ L സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവന്മാർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിക്കേ. ഇവന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എൽ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഈ ഒരു എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ആണ്. അപ്പോൾ ഈ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് L⁴ എന്ന് പറഞ്ഞാൽ തുല്യം. അപ്പോൾ ഇവൻ്റെ ഏരിയ L⁴ ഇവൻ്റെ ഏരിയ L സ്ക്വയറും. അപ്പോൾ ഏരിയ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏരിയകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവൻ തീരെ ചെറുതായിട്ട് എടുക്കുക. അപ്പോൾ എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് ചോദിച്ചാൽ പുറമേയുള്ള ലൂപ്പിൽ കൂടി ഒരു കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ ഏകദേശം സെൻറ്ററിൽ വരും ആര് ഈ അകത്തിരിക്കുന്ന ലൂപ്പ്. അപ്പോൾ അകത്തിരിക്കുന്ന ലൂപ്പിന് ഒരു ഫ്ലക്സ് കിട്ടുമല്ലോ. ആ ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അകത്തിരിക്കുന്ന ചെറിയ ലൂപ്പിന് കിട്ടിയ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ φ = B × A എന്നെടുക്കാം. ശരിയല്ലേ? ഫീൽഡ് അകത്തേക്കാണെങ്കിൽ ഓക്കെ. അപ്പം ഞാൻ വരച്ചേക്കുന്ന അനുസരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട്. അപ്പോൾ ഫീൽഡ് പുറത്തേക്ക് വരും. അപ്പോൾ പുറമേ ഉള്ള ലൂപ്പ് കാരണമുള്ള ഫീൽഡ് നമുക്ക് പുറത്തേക്ക് വരും. ശരിയല്ലേ? കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഫീൽഡ് പുറത്തേക്ക് വരും. ഇനി മാത്രമല്ല ഇവൻ്റെ ഏരിയയെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ B × A എന്നെഴുതാം. പക്ഷേ ഈ ഫ്ലക്സ് എഴുതുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ബി എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ലൂപ്പ് കാരണം സെൻറ്ററിലുണ്ടായ ഫീൽഡാണ്. ഒരു സ്ക്വയർ ലൂപ്പ് കാരണം അതിൻ്റെ സെൻറ്ററിലുണ്ടാകുന്ന ഫീൽഡ്, സ്ക്വയർ ലൂപ്പ് കാരണം സെൻറ്ററിലുണ്ടാകുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ 8√2 × μ0I / 2π × സ്ക്വയർ ലൂപ്പ്, 2π അല്ല 4π × സ്ക്വയർ ലൂപ്പിൻ്റെ ഒരു സൈഡാണ്. 8√2 × μ0/4π × I/A. A എന്ന് പറഞ്ഞാൽ സ്ക്വയർ ലൂപ്പിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നടുക്കത്തെ ഫീൽഡ് ഉണ്ടായിരിക്കുന്ന ആര് കാരണമാണ്? പുറമേയുള്ള സ്ക്വയർ ലൂപ്പ് കാരണമാണ്. അപ്പോൾ അവിടുത്തെ ഫീൽഡ് നമുക്ക് എങ്ങനെ എഴുതാം? μ0 × I / ഓക്കെ 8√2 എഴുതിയില്ല, നമുക്ക് ആദ്യം 8√2 എഴുതാം. 8√2 × μ0/4π × I / ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ L. ഓക്കെ, ഇതാണ് അവിടുത്തെ ഫീൽഡ്. ആ ഫീൽഡ് ഇൻറ്റു ഏരിയ ആരുടെ ഏരിയ? ഈ ചെറിയ ലൂപ്പിൻ്റെ ഏരിയ ആണ്. ദാറ്റ് ഈസ് ഏരിയ എന്ന് പറഞ്ഞാൽ L² എന്ന് വരും. പക്ഷെ നിങ്ങൾക്കറിയാം L² ക്യാപിറ്റലും ഈക്വൽ ആണ്. നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയാം, ഓർ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു I എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്ലക്സിൻ്റെ സ്ഥാനത്ത് M × I എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 8√2 × μ0 / 4π × I എന്ന് വരും. ശരിയല്ലേ? രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഓരോ I ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ നോക്കിയേ? ഇവിടുന്ന് ഒരു 8ഉം ഇവിടുന്ന് ഒരു 4ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ അല്ലേ? യെസ്, ഇവർ രണ്ടുപേരും ക്യാൻസലായിപ്പോയി. പിന്നെ റിമൈനിങ് ആയിട്ടുള്ളത് M = 2 × √2. അപ്പോൾ ഇത് √8 എന്ന് എഴുതുന്നതിന് തുല്യല്ലേ? √8 ശരിയാ. √8 × μ0 എന്ന് പറഞ്ഞാൽ 4π അല്ലേ? ഓക്കെ, താഴെ ഒരു പൈ ഉണ്ട്. അപ്പോൾ പൈയും പൈയുടെ ക്യാൻസൽ ആയിപ്പോയി. 4π × 10⁻⁷ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ √8 × ഓക്കെ ഈ 4നെ റൂട്ടിനകത്തേക്ക് വരുവാണെങ്കിൽ 16 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, 16 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്കറിയാം 16 × 2 എന്ന് പറഞ്ഞാൽ 32 ആണ്. 32 × 2 എന്ന് പറഞ്ഞാൽ 64 ആണ്. 62 × 2 ഓക്കെ, അതായത് 128 10ൻ്റെ പവർ ഉണ്ട് ×10⁻⁷ എന്നുണ്ട്. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കി. M = √128 × 10⁻⁷ എന്നാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത് നമുക്ക് എങ്ങനെയാണ്? √x × 10⁻⁷ എന്നാണ്. ദെൻ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് x എന്നായിരുന്നു. എക്സിൻ്റെ വാല്യൂ 128 എന്ന് വരും. ശരിയല്ലേ? എക്സിൻ്റെ വാല്യൂ 128. അപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഏതാണ്? 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 58. 58ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡെപ്ത് ബിലോ ദി സർഫസ് ഓഫ് സി ടു വിച്ച് എ റബ്ബർ ബോൾ ടു ടേക്കൺ സോ ടു ഡിക്രീസ് ഇറ്റ്സ് വോളിയം ബൈ 0.02% ഈസ്. അപ്പോൾ നമുക്കൊരു റബ്ബറിൻ്റെ ബോളുണ്ട്. ഈ റബ്ബറിൻ്റെ ബോള് സിയുടെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോയി, സിയുടെ അടിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇപ്പോൾ ഇതൊരു സി ആണെന്ന് എഴുതുക. ഈ കടലിൻ്റെ ഒത്തിരി അടിയിലേക്ക് റബ്ബറിൻ്റെ ബോൾ കൊണ്ടുപോയി. റബ്ബറിൻ്റെ ബോൾ കൊണ്ടുപോയി കഴിയുമ്പം പ്രഷർ കാരണം റബ്ബറിൻ്റെ ബോള് ചെറുതായി. അങ്ങനെ വോളിയം എത്ര ശതമാനം ചെറുതായി എന്നാണ് പറയുക? ΔV/V × 100 വിച്ച് ഈസ് ഈക്വൽ ടു 0.02 എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ΔV/V എന്ന് പറഞ്ഞാൽ എത്ര? 2 × 10⁻⁻⁴ എന്ന് എഴുതാം. ശരിയല്ലേ? ഇവിടെ 2 × 10⁻⁻² ഉണ്ട്. ഇവൻ താഴത്തേക്ക് വരുമ്പം അതേപോലെ തന്നെ ഒരു 10⁻⁻² കൂടെ വരും. അപ്പോൾ 2 × 10⁻⁴ എന്ന് വരും. ഓക്കെ, ഇതാണ് ΔV/V എന്ന് പറയാം. അതേപോലെ തന്നെ റബ്ബറിൻ്റെ ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 9 × 10⁸ എന്ന് വരും. ഓക്കെ, നിങ്ങൾക്കറിയാം റബ്ബറിനെ സംബന്ധിച്ച് ബൾക്ക് മോഡുലസ് അല്ലെ എല്ലാ ബോഡി ആണെങ്കിലും ബൾക്ക് മോഡുലസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഡിവൈഡ് ബൈ ΔV/V. നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന പ്രഷർ ഡിവൈഡ് ബൈ ΔV/V എന്ന് വരും അല്ലേ? ഓക്കെ, സോ ΔP എന്ന് പറഞ്ഞാൽ B × ΔV/V എന്ന് വരും.
അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ എയറിലിരിക്കുന്ന ബോളിനെ ഇവിടം വരെ കൊണ്ടുപോകുമ്പം പ്രഷർ എത്രമാത്രം നമ്മൾ അധികമായിട്ട് അപ്ലൈ ചെയ്യുക? എച്ച് റോ ജി ആണല്ലേ. എച്ച് റോ ജി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡെൽറ്റ വി ബൈ വി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ഡെപ്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോയത്? ഈ എച്ച് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡെപ്തായ എച്ച് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് 10⁻³ ആണ് തന്നേക്കുന്നത്. ഓക്കെ, 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ജി നമുക്കറിയാം 10 ആണ്. ബി തന്നിട്ടുണ്ട് 9 × 10⁸8. പിന്നെ ഡെൽറ്റ വി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 × 10⁻⁻⁴. ഓക്കെ, അപ്പോൾ ഇവിടെ 10⁻⁻⁴ പോയി. ഇപ്പോൾ ഒരു 10⁻⁴ ഉണ്ട്, ഇവിടെ ഒരു 10⁻⁴ ഉണ്ട്, ക്യാൻസലായി പോയി. സോ എച്ച് ഈസ് ഈക്വൽ ടു 18 മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ 18 മീറ്റർ ഡെപ്തിലേക്ക് പോയാലാണ് വോളിയം ഇത്രയും കുറയുക. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ എച്ച് ഈസ് ഈക്വൽ ടു 18 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് 59ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. 59ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ പാർട്ടിക്കിൾ പെർഫോം സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ് എ. ഇറ്റ്സ് സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ് ടു 3 times അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് വെൻ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 2a/3. Then the new amplitude of motion is na/3. Then value of n is. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണ്. ഇറ്റ്സ് സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ് ടു 3 times അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് വെൻ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 2a/3. അതായത് പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറയുന്നത് 2a/3 ആണെന്ന് എഴുതുക. ആ സമയത്താണ് നമ്മൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്തെ വെലോസിറ്റി എത്രയാണ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആ സമയത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v = ω/√a² - x² ആണല്ലേ. അപ്പം നമുക്ക് ആദ്യം x = 2a/3 നിൽക്കുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് v = ω/√a² - 4a²/9 എന്ന് വരും അല്ലേ. 2a/3 സ്ക്വയർ ചെയ്താൽ 4a²/9 എന്ന് വരും. വിച്ച് ഈസ് v = ω/√9a² - 4a² എന്ന് പറഞ്ഞാൽ എത്ര വരും? 5a²/9 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ω × a √5/3 എന്ന് വരും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ x = 2a/3 നിൽക്കുമ്പോൾ ഉള്ള വെലോസിറ്റി. ഈ വെലോസിറ്റിയിൽ നിന്നപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് വെലോസിറ്റി എത്ര കൂട്ടിയെന്നാണ് പറയുക? വെലോസിറ്റി 3 ഇരട്ടിയാക്കി മാറ്റിയെന്നാണ് പറയുക. ഇൻക്രീസ്ഡ് ടു 3 times. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പം വേണ്ട വെലോസിറ്റിയുടെ 3 ഇരട്ടിയാക്കി നമ്മൾ പെട്ടെന്ന് വെലോസിറ്റി മാറ്റി. അങ്ങനെയാണെങ്കിൽ പുതിയ ആംപ്ലിറ്റ്യൂഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ന്യൂ വെലോസിറ്റി എങ്ങനെ എഴുതാം? v' എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ω ഇൻറ്റു. ഓക്കെ, നമ്മൾ വെലോസിറ്റി കൂട്ടിയാലും ആ ഒരു ഓസിലേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഒമേഗ മാറില്ല, ടൈം പീരീഡ് മാറില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പ്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ അറിയാലോ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π × √m/k ആണ്. അവന് ആംപ്ലിറ്റ്യൂഡും ആയിട്ട് ബന്ധമില്ല. അതുപോലെ തന്നെ ഈ ഒരു പെൻഡുലം ആണെങ്കിൽ പെൻഡുലത്തിൻ്റെ കേസിലോ അതായത് കോമൺ ആയിട്ടുള്ളൊരു കേസാണ്. നമ്മളോട് പെട്ടെന്ന് ആംപ്ലിറ്റ്യൂഡ് മാത്രം മാറ്റി അല്ലെങ്കിൽ എനർജി മാത്രം മാറ്റി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡും എനർജിയും തമ്മിലാണ് ബന്ധം, ടൈം പീരീഡുമായിട്ട് അവിടെ ബന്ധം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ω × പുതിയ ആംപ്ലിറ്റ്യൂഡ് a² മൈനസ് ഇപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് തന്നെയാണ് വാല്യൂ ഇട്ട് കൊടുക്കുക. v' എന്നുള്ളിടത്ത് 3 × v വിച്ച് ഈസ് ഈക്വൽ ടു ω × a² മൈനസ് 4 × a²/9 എന്ന് വരും. ദാറ്റ് ഈസ് 3 × v എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? v എന്ന് പറഞ്ഞാൽ ω × a √5/3 എന്ന് വരും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ω × a² മൈനസ് 4a²/9 എന്ന് വരും. ഓക്കെ, ഓരോ ഒമേഗ ക്യാൻസലായി പോയി. ഇനി നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുന്നതിന് b 3 കൂടെ ക്യാൻസൽ ചെയ്യാം. ഇനി സ്ക്വയർ ചെയ്യാം. a² × 5 ഈസ് ഈക്വൽ ടു a² മൈനസ് 4a²/9 എന്ന് വരും. ശരിയല്ലേ? സോ a² എന്ന് പറഞ്ഞാൽ a² ഈസ് ഈക്വൽ ടു എന്താ വരിക? 5a² പ്ലസ് 4a²/9 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 45 പ്ലസ് 4 അല്ലേ, 49a²/9 എന്ന് വരും. ഇതാണ് നമുക്ക് a² വാല്യൂ വരിക അല്ലേ. a² എന്ന് പറഞ്ഞാൽ 49a²/9 എന്ന് വരും. ഓർ a' ക്യാൻ ബി റിട്ടൺ ആസ് 7a/9 എന്ന് വരും അല്ലേ. 9 അല്ല 3 7a/3 എന്ന് വരും. 7a/3. അപ്പോൾ a' എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാൽ 7a/3 എന്നാണ് വരിക. അവർ തന്നേക്കുന്നത് na/3 എന്നാണ്. സോ വാല്യൂ ഓഫ് n ഈസ് ഈക്വൽ ടു 7. വാല്യൂ ഓഫ് n ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ ഇത് 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് 60ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 60ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കാം. ദ മാസ് ഡിഫെക്റ്റ് ഇൻ എ പർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് 0.4 gram.
ഓക്കെ, നമ്മളിത് എന്താ ന്യൂക്ലിയറുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് 0.4 ഗ്രാം ആണ്. ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻³ കിലോഗ്രാം ആണ്. ഓക്കെ, എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റഡ് ഈസ് n × 10⁻⁷ കിലോ വാട്ട് അവർ ആണ്. അങ്ങനെയാണ് n എത്ര എന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് എമൗണ്ട് ഓഫ് എനർജി, പക്ഷേ ഇത്രയും മാസ് എനർജിയായി മാറി എന്നാണല്ലോ മീനിങ്. അപ്പം ഡെൽറ്റ m × c² എടുക്കുക. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 10⁻⁴ എന്ന് എഴുതാം അല്ലേ. 4 × 10⁻⁴ × c² എന്ന് പറഞ്ഞാൽ 9 × 10⁻16 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 × 10⁻⁻12 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3600 ഞാൻ എഴുതുവാണേ. 3600 × 10⁻³ × 10⁻7 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഞാനൊരു 10⁻5 അങ്ങ് മാറ്റി, അപ്പോൾ 10⁻7 എന്ന് എഴുതാം. ഇത്രയും ജൂളാണ് എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ജൂൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം ആണ് അല്ലേ. അതായത് വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജൂൾ എന്ന് പറഞ്ഞാൽ വാട്ട് സെക്കൻഡ് എന്ന് എഴുതാലോ. ഓക്കെ, അപ്പോൾ ഇവനെ ഞാൻ എങ്ങനെ എഴുതുവാന്ന് വെച്ചാൽ 3600 × 10⁻³ × 10⁻7 വാട്ട് സെക്കൻഡ് എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണ്. വാട്ട് സെക്കൻഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുവാണ്. നമുക്ക് ഈ സെക്കൻഡിനെ അവറിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇവനെ 3600 × 10⁻7 ഈ 10⁻³ എന്നുള്ളതിനെ നമുക്ക് എന്താക്കാം? 10⁻³ എന്നുള്ളതിനെ കിലോ എന്ന് എഴുതാം. കിലോ × വാട്ട് സെക്കൻഡ് എന്നല്ലേ. ആ സെക്കൻഡ് എന്നുള്ളത് അവറിലേക്ക് മാറ്റാനായിട്ട് ഒരു അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 × 60 സെക്കൻഡ് അല്ലേ. അപ്പോൾ അത്രയും വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര അവർന്ന് കിട്ടും? ഓക്കെ, അപ്പോൾ നോക്കുക, ഈ 60 × 60 3600 ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്താ കിട്ടുക? 10⁻7 കിലോ വാട്ട് അവർ എന്ന് വരും. 10⁻7 കിലോ വാട്ട് അവർ. നമ്മുടെ ആൻസർ എങ്ങനെയാണ് വന്നേക്കുന്നത്? n × 10⁻7 കിലോ വാട്ട് അവർ. ദെൻ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് n എന്നാണ് അല്ലേ. ഇവിടെ n വാല്യൂ എത്രയാണ് വന്നത്? n ഈസ് ഈക്വൽ ടു 1 എന്നാണ് വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 16th ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മളെ ഒരു വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഭാഗമാകുമ്പോൾ ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നല്ലപോലെ എക്സാം എഴുതിയായിരുന്നു എന്ന് കരുതുവാണ്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.